ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ I cancel your prosperity in the name of Jesus. I block it there. I'm an apostle. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. Hallelujah. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഗൗരവതരമായൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ വിഷയം തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിട്ട് സമകാലീനമായ ചില വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. അതായത്, അല്പം മുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോ കൊട്ടാരക്കര ഭാഗത്തുള്ളൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഫെലോഷിപ്പിലെ ഒരു പ്രസിദ്ധനായ ശുശ്രൂഷകൻ്റെ സംസാരങ്ങളാണ്. അത് വളരെ ദൈർഘ്യമുള്ളൊരു വീഡിയോയാണ്. ഏതാണ്ട് 1 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള അവരുടെ ആ പ്രോഗ്രാമിലെ 2-3 മിനിറ്റ്സോ മറ്റോ ആരോ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതാണ്. ഇത് അവരുടെ ചർച്ചിൽ തന്നെയുള്ള ആൾക്കാരാണോ അതോ വെളിയിലുള്ള ആൾക്കാരാണോ ഇങ്ങനെ പ്രചരിപ്പിച്ചതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത് ഫോർവേഡഡ് മെനി ടൈംസ് എന്നാണ്. അതായത് ധാരാളമായിട്ടിത് ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നത്തേതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വളരെ വൈറലായ ഒരു വീഡിയോ ആണെന്നുള്ള നിലയിലാണ്. പല സഹോദരങ്ങൾ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. പലര് തുടക്കത്തിൽ 1-2 പേര് അയച്ചെങ്കിലും പിന്നീട് നോക്കുമ്പോൾ പലരും ഇങ്ങനെ അയക്കുകയാണ്. കാരണം അതൊരു ട്രെൻഡായി മാറിയിരുന്നു. ധാരാളം പേരതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ നിലയിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ പല സഹോദരങ്ങളും ഇടയ്ക്ക് എന്നോട് ചോദിച്ചിരുന്നു, ഇതിൽ ഈ പറയുന്നതൊക്കെ യോഗ്യമായിട്ടാണോ, ദൈവദാസന്മാർ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്, എന്താ പാസ്റ്ററുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ പലരും ചോദിച്ചു. അങ്ങനെ ആ ചോദിച്ചവരോടൊന്നും ഞാനൊരു മറുപടിയും പറയാൻ പോയില്ല. എന്നാൽ ഞാൻ ഇന്നൊരു മറുപടി പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത്, ഈ വിഷയത്തിന് 2 വശമുണ്ട്. അതിലെ ആദ്യത്തെ വശം എന്ന് പറയുന്നത്, ഇതിനെന്ത് മറുപടി പറയാനാ? ഇത് നമ്മളുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് അല്ല. ആ കാരണത്താൽ നമുക്കിതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ക്രിസ്തീയ ലോകം എന്ന് പറയുന്നത് വലിയ ബൃഹത്തായൊരു ലോകമാണ്. അതിൽ കാത്തലിക്സ് ഉണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മർത്തോമക്കാരുണ്ട്, CSIക്കാരുണ്ട്, പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്ന് ഒടുക്കം പെന്തക്കോസ്റ്റ് ലോകത്തേക്കൊക്കെ വരികയാണ്. അപ്പോൾ അതിൽ കത്തോലിക്കരുടെ ഇടയിൽ കൂട്ടയടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ അത് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ, അതൊക്കെയാണ് അവരുടെ ഇടയിലുള്ള വലിയ കലുഷിതമായ വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നത്. അടുത്തത് സിറിയൻ ഓർത്തഡോക്സ് സമൂഹങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തെരുവ് യുദ്ധത്തിലാണ്. ഗുണ്ടകൾ ഏറ്റുമുട്ടുന്ന പോലെയാണ് അവരെ ഏറ്റുമുട്ടുന്നത്. അങ്ങനെ അവരവരുടെ സാക്ഷ്യം പൂരിപ്പിക്കുന്നു. പിന്നീട് CSIക്കാരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സൈഡിലൊക്കെ അവിടെയൊക്കെ വലിയ പോലീസും പട്ടാളം ഇറങ്ങിയിട്ടാണ് അവിടെയും പരിപാടിയൊക്കെ നടക്കുന്നത്. ഇനി മർത്തോമക്കാരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കിട്ടിയ വണ്ടിക്ക് വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് വല്ല പ്രകാരത്തിലും ഒന്നായി തീരണമെന്നുള്ള ആ ഒരു സങ്കല്പമായിരിക്കും. എന്തായാലും അത് കൂടുതൽ വെളിപ്പെട്ട് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരുമായിരിക്കും. അങ്ങനെ കലുഷിതമായൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനിടയിൽ ഈ കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഇതൊരു പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു ശുശ്രൂഷകനുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്റ്റിന് വെളിയിലുള്ളൊരു കാര്യമാണ്. ആ കാരണത്താൽ നമുക്കതിലെല്ലാം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മൗനമായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു കാര്യം, പൊതുലോകം ഈ വിഷയം ഏറ്റെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇത് വളരെ പ്രചാരത്തിൽ വന്നു. ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് പ്രചരിപ്പിച്ചു. അതുപോലെ യൂട്യൂബർമാരെല്ലാം അവരുടെ നിലയിൽ അവരും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ്, ഫേസ്ബുക്കൊക്കെ തുറന്നാൽ ഈ വിഷയമാണ് മുന്നിൽ വരുന്നത്. ആ വീഡിയോകളെല്ലാം വളരെ പ്രചാരത്തിലെത്തി. അതെല്ലാം ദൈവനാമം ദുഷിക്കപ്പെടുന്ന തരത്തിലുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പൊതുലോകത്തിന് ഇത് ന്യൂ ജനറേഷനാണോ, ഓൾഡ് ജനറേഷനാണോ, ക്ലാസിക്കൽ പെന്തിക്കോസ് ആണോ, ഇതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല.
മീശ വടിച്ച് വെള്ളയുടുപ്പൊക്കെ ഇട്ട്, പുള്ളി വെള്ളയുടുപ്പ് ഇടാറുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പുള്ളി, കയ്യിൽ ബൈബിളും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ നിന്നുള്ളതാണെന്നാണ് വെപ്പ്. അങ്ങനെയാണ് പൊതുലോകം ചിന്തിക്കുകയുള്ളൂ, അല്ലേ? ഈ പറയുന്ന വ്യക്തി ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആണെന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. ആ കാര്യത്തെ ഉറപ്പിക്കുമാറുള്ള തെളിവുകളുണ്ട്. തെളിവുകൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനലൂരിനടുത്ത് എളമ്പൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചർച്ചിൻ്റെ കൺവെൻഷനിൽ ഈ പ്രസിദ്ധനായ പ്രഭാഷകനും മലയാളക്കരയിലെ ഒരു ലീഡിംഗ് പെന്തക്കോസ്ത് ഓർഗനൈസേഷൻ്റെ സൂപ്രണ്ടൻറ്റും ഒരുമിച്ച് നിന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ചു. അവിടെ രണ്ടുപേരുടെയും തലയൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും പരസ്യങ്ങൾ വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ റീസെൻ്റായിട്ട് ഒരു കൺവെൻഷൻ, അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതിൽ ഒരു പ്രമുഖ ഓർഗനൈസേഷൻ്റെ ഓവർസിയറും ഇദ്ദേഹവും കൂടെ നിന്ന് പ്രസംഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയാണ് പിക്ചർ കാണുന്നത്. അത് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പെന്തക്കോസ്റ്റിനകത്തുള്ളവരും വെളിയിലുള്ളവരും എന്താ ചിന്തിക്കുന്നത്? ഇവരെല്ലാം ഒന്നാണ്, ഇതിനകത്തൊരു തരംതിരിവൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പബ്ലിക് ചിന്തിക്കുന്നത്. ഈ വീഡിയോകളിലൂടെയെല്ലാം എന്തുമാത്രം ക്ഷീണമാണ് പെന്തക്കോസ്റ്റ് ലോകത്തിനുണ്ടാകുന്നതെന്നറിയാമോ? വലിയ ക്ഷീണമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പേരിൽ പെന്തക്കോസ്റ്റ് അങ്ങ് ഇല്ലാതെ പോകുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതിനകത്ത് ക്ഷീണങ്ങളുണ്ടാകും. അതിൻ്റെ കാരണം പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മുടെ വിലയിടിയാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ ജനം ചിന്തിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില നിലവാരങ്ങളുണ്ട്. ആ നിലവാരമൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, ആ സംസാരങ്ങളിലൊന്നും. ചില സഹോദരങ്ങൾ എന്നോട് ചോദിച്ചത്, ഇവർ ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ കാര്യം വെച്ചിട്ടല്ല നമ്മൾ അവരെ വിലയിരുത്തുന്നത്, മൊത്തത്തിലാണ് വിലയിരുത്തുന്നത്. ഇതിനകത്തിപ്പോൾ ഇത് ശരിയായാലും തെറ്റായാലും അതിനകത്ത് വലിയ കാമ്പും കഴപ്പമൊന്നുമില്ല. അവർ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്, അവരുടെ ഉപദേശം എന്താണ്, അവരുടെ അടിസ്ഥാനം എന്താണ്, അവരെ നയിക്കുന്നത് ഏത് സ്പിരിറ്റാണ്, അവരുടെ ഗോസ്പൽ എന്താണ്, അവരുടെ കാര്യപരിപാടി എന്താണ്, ഇതെല്ലാം വെച്ചിട്ടല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞു പോയ ചില മാസങ്ങൾ തന്നെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. വളരെ ഗൗരവതരമായ വിഷയങ്ങൾ അതിലൂടെ നമുക്ക് തുറന്നു വന്നു. അതായത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ അതിലൂടെ ചിന്തിച്ചു. മറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടി. അങ്ങനെ യഥാർത്ഥ ശുശ്രൂഷയെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ പറയപ്പെടുന്ന ഗ്രൂപ്പൊന്നും പെന്തക്കോസ്റ്റ് ഗ്രൂപ്പല്ല. അപ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കും, ഈ പുള്ളിക്കാരനാണോ പെന്തക്കോസ്റ്റിൻ്റെ ചാപ്പയടിക്കുന്നത്, ഇയാളാണോ തീരുമാനിക്കുന്നത് ഇത് പെന്തക്കോസ്റ്റാണോ അല്ലയോ എന്നൊക്കെ. ഇതുപോലെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ കൊറോണയൊക്കെ കഴിഞ്ഞ സമയം മറ്റോ, ഈ കോട്ടയത്തുള്ള ഒരു കൊച്ചി ഇറക്കാൻ നിക്കറൊക്കെ ഇട്ടുകൊണ്ട്, നിക്കറോ അതിനെന്താ ബെർമൂഡയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്ന് നിന്ന് ആളുകളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നൊരു സംഭവം വന്നു. അതും ഇതുപോലെ വൈറലായി. സകല സമുദായസ്ഥരും സകല ആൾക്കാരും ആ വീഡിയോസൊക്കെ ഇങ്ങനെ പറപ്പിച്ചു വിട്ടുകൊണ്ടിരുന്നു. എൻ്റെ റിലേറ്റീവ്സ് ആയവരും അതുപോലെ ഫ്രണ്ട്ഷിപ്പിലൊക്കെയുള്ള പല ആളുകളും അങ്ങനെ അതൊക്കെ ഫോർവേഡ് ചെയ്തു. കണ്ടോ നിങ്ങളുടെ പാസ്റ്റർമാരെല്ലാം കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരം കണ്ടോ എന്നുള്ള നിലയിലാണ് അവരൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നുണ്ട് അവരോട്, ഇതൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഇതൊന്നും ഞങ്ങളുടെ പാസ്റ്റർമാരും അല്ല, ഇതൊന്നും പെന്തിക്കോസ്റ്റ് അല്ലെന്ന്. അവരാരും അത് വിശ്വസിച്ചില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സൂപ്രണ്ടന്റുമാർ, ഓവർസീർമാർ, ജനറൽ പ്രസിഡന്റുമാരൊക്കെ ഇവരോട് കൂടെ ഇരുന്ന് ചായയും വടയും കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരുമിച്ച് എഴുന്നേറ്റ് ചെയ്യുന്നിട്ട് നാം ഒന്നാണെന്ന് പ്രഖ്യാപിക്കുക. പിന്നെ അവരോട് എങ്ങനെ പറയും ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അംഗീകരിക്കില്ല. അപ്പോൾ അതൊക്കെ വലിയ ക്ഷതമുണ്ടാക്കി സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസ്യതയും അന്തസ്സിനൊക്കെ ഇടിവ് തട്ടിയ കാര്യങ്ങളാണത്. അതിന് കുറേ നാളുകൾക്ക് മുമ്പ്, അതായത് ഈ കൊറോണയുടെ ആ പീരീഡിൽ തന്നെ എല്ലാവരും വീടുകളിലിരിക്കുന്ന സമയത്ത് ഈ കർണാടകയിലുള്ള ഒരു പ്രസിദ്ധനായ മനുഷ്യൻ പട്ടിനെയൊക്കെ മടിയിലിരുത്തിക്കൊണ്ട്, നായയൊക്കെ മടിയിലിരുത്തിക്കൊണ്ട് ഹോളി കമ്മ്യൂണിയൻ അഥവാ കർത്തൃമേശ നടത്തുന്നത് കണ്ടു. അതും ഇങ്ങനെ വൈറലായി. സകലമാന മനുഷ്യരും അത് കണ്ടു. ഞാൻ അന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട് നിങ്ങളോട്, കാതോലിക്ക ബാവയും കണ്ടു, പോപ്പും കണ്ടു ആ വീഡിയോ ഒക്കെ. അപ്പോൾ ഈ പെന്തക്കോസ്റ്റുകാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ഗൗരവം കൊടുക്കുന്നവരല്ല. ഇവരെത്ര അലക്ഷ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞതും അവർ
മനസ്സിൽ ചിന്തിച്ചതും. എല്ലാവരും ഒന്നും പറയാൻ വരുന്നില്ലെങ്കിലും മനസ്സിൽ ചിന്തിക്കുമല്ലോ. സത്യത്തിൽ നമ്മൾ അങ്ങനെയാണോ ഈ തിരുമേശയുടെ മുമ്പിലേക്കൊക്കെ വരുന്നത്? എത്ര ഭയത്തോടും ഭക്തിയോടും അതുപോലെ ദൈവസ്നേഹത്തോടും കൂടി അടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതൊക്കെ. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാ വിശദീകരിച്ചെന്ന് പറഞ്ഞാലും അത് 4-3-7 ആളെ കേൾക്കുന്നുള്ളൂ. അത് 4-3-7 ആൾ കേട്ട് കാണും. പക്ഷെ അങ്ങനെയാണോ? പൊതുലോകം ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. പൊതുലോകം ആ മനുഷ്യനും പെന്തിക്കോസ്ത് അല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം പെന്തക്കോസ്തുകാരുടെ ഐക്യ കൺവെൻഷനുകളിലൊക്കെ മലയാളക്കരയിൽ വന്ന് പ്രസംഗിക്കുന്നയാളാണ് ഈ പട്ടിയുടെ കൂടെ ഇരുന്ന് ഇത് കൈകാര്യം ചെയ്തയാൾ. മലയാളക്കരയിലെ പല പ്രസിദ്ധമായ ഐക്യ കൺവെൻഷനുകളിലൊക്കെ അദ്ദേഹം വന്ന് നിന്ന് പ്രസംഗിക്കുകയും ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത്ഭുതം അടയാളം ചെയ്യുന്ന ആൾക്കൊരു പരിജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് കൊടുക്കാത്തതുകൊണ്ടല്ല, ഈ ട്രാക്കിലല്ലെന്നേ അവർ. ഈ പറഞ്ഞവരെല്ലാം ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളാണ്. നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അന്ന് എന്തെല്ലാം ഉപദേശ പെശകളാണ് കടന്നു വന്നത്. വലിയ തരത്തിൽ ഉപദേശ പെശകൾ കടന്നു വന്നു. ആ ഉപദേശ പെശകളെല്ലാം അപ്പോസ്തലന്മാരെ അഡ്രസ്സ് ചെയ്തു, അതിനെല്ലാം മറുപടികൾ കൊടുത്തു, അല്ലേ? അങ്ങനെ കടന്നു വന്ന ഉപദേശ പെശകളെല്ലാം അപ്പോസ്തലന്മാരെ അഡ്രസ്സ് ചെയ്തു, അതിനെല്ലാം മറുപടി കൊടുത്തു. ഇപ്പോൾ പരിച്ഛേദനവാദം എന്നൊരു വിഷയം വന്നു. ഉടനെ അപ്പോസ്തലന്മാരെല്ലാം ചിന്തിക്കുക, ആരെങ്കിലും പരിച്ഛേദന ചെയ്യട്ടെ, നമ്മൾ മിണ്ടാതിരിക്കുക, ദൈവദാസന്മാർ ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു. അവർ ഒരുമിച്ച് കൂടി അതിനൊരു ഉത്തരം കണ്ടെത്തി പബ്ലിക്കായിട്ട് ആ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഇത് വേദവിപരീതമാണ്, ദൈവസഭയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊരു തെറ്റായ ഉപദേശമാണ്, ഇത് സൈറ്റാനിൽ നിന്ന് വരുന്നതാണ്. പത്രോസ് പോലും അങ്ങോട്ടൊരു ചായ്വിലേക്ക് പോയപ്പോൾ ദൈവം ഒരു പൗലോസിനെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ കറക്റ്റ് ചെയ്തു. പിന്നീട് പൊതുസഭ ഒരുമിച്ച് കൂടിയപ്പോൾ ആദ്യത്തെ സിനഡ് കൂടിയല്ലോ, ആ സിനഡിൽ തന്നെ വ്യക്തമായ ഒരു രൂപരേഖ വെളിപ്പെട്ടു. പത്രോസിനും കാര്യം ബോധ്യപ്പെട്ടു, ആ ട്രാക്ക് തെറ്റായ ട്രാക്കാണെന്ന്. അങ്ങനെ സഭ വിഷയങ്ങൾ ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരും. എന്നിട്ട് 2 പ്രധാനപ്പെട്ട വ്യക്തികളെ, യൂദായെയും ശീലാസിനെയും അന്ത്യോക്യയിലെ സഭയിലേക്കൊക്കെ പറഞ്ഞയച്ചു. ആ ഭാഗങ്ങളിലൊക്കെയാണ് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് അവിടെ പറഞ്ഞയച്ച് ആ സഭകളെ ബോധവൽക്കരിച്ചു, ഇത് തെറ്റായ ഉപദേശമാണ്, സഭ ഇത് പിടിക്കുന്നില്ല, സഭ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല, സഭ ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, പാഷാണ്ഡതയാണിത്, പാഷാണ്ഡതയാണ്, അതിനെ പൂർണ്ണമായി നിരാകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വന്ന ജ്ഞാനവാദം, പിന്നെ അങ്ങനെ എന്തെല്ലാം വാദങ്ങളാണ് വന്നത്, എന്തെല്ലാം വാദങ്ങൾ വന്നു. ആ വാദങ്ങളെയെല്ലാം അതാത് സമയങ്ങളിൽ സഭ പരിശോധിച്ച് തള്ളിക്കളഞ്ഞു. എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്താ? അവിടെ ഒരു പറ്റം പുള്ളികൾ ടൂർ വന്നു, അപ്പോസ്തലന്മാരെന്നുള്ള പേരിൽ. അവർ ജംബോ ജെട്ടൊക്കെ വിളിച്ചായിരിക്കും വന്നത്. എന്തായാലും ആ ടൂർ വന്ന ആളുകളെ സ്വീകരിച്ച് ചായയും വടയൊന്നും കൊടുക്കുകയല്ല ചെയ്തത്, അവരെ കൈയോടെ ഡിക്ലെയർ ചെയ്തു, ഇവന്മാർ കള്ളന്മാരാണെന്നുള്ള മുദ്ര കുത്തി പറഞ്ഞയച്ചു. എഫേസ്യ സഭയിലെ മൂപ്പന്മാരും വിശ്വാസികളും ചിന്തിക്കുകയാണ്, അയ്യോ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഇനി ഒരു വേള അപ്പോസ്തലന്മാരാണെങ്കിലോ, ഒരു ചഞ്ചലിപ്പ് ആണെങ്കിൽ നമ്മൾ അടിമേടിക്കണോ? അല്ലയോ ആണോ? ഇങ്ങനെയൊക്കെയുള്ളൊരു ചഞ്ചലിപ്പ് അതൊന്നും ഉണ്ടായില്ല. വളരെ ക്ലിയറായിട്ട് വചനത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അവർക്ക് ബോധ്യം വന്നു. അവരുറപ്പിച്ചു ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ലെന്ന്. ഇന്ന് അങ്ങനെ ഒരു ഉറപ്പീരുണ്ടോ നമ്മുടെ ഇടയിൽ? ഇന്ന് അങ്ങനെ ഒരു ഉറപ്പീരുണ്ടോ? ഏതെങ്കിലും ഒരാൾ വെളുത്ത ഷർട്ട് വിട്ട് കറുത്ത പാൻറ് വിട്ട് ഒരു ബൈബിളും പിടിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിൽ അസംഖ്യ ആളുകൾ ചിലപ്പോൾ കൂടുമായിരിക്കും. എത്ര ആൾ കൂടിയെന്ന് പറഞ്ഞാലും ദൈവത്താൽ ഐക്യപ്പെട്ടവനാണോ? ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനാണോ എന്ന് സഭ വിവേചിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സീനിയർ പാസ്റ്റേഴ്സ്, ഇവിടെ സീനിയർ പാസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തം ഭയങ്കരമാണ്. അവരല്ലേ മുൻപിൽ നിന്ന് നയിക്കുന്നത്, ലീഡ് ചെയ്യുന്ന അവരല്ലേ സേനാനായകന്മാർ. അതുപോലെ സീനിയർ പാസ്റ്റേഴ്സും കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ലീഡേഴ്സ്, അവർ കുറച്ചും കൂടെ മുൻപിൽ നിൽക്കുക. അവർക്കൊക്കെ വലിയ ഉത്തരവാദിത്വമല്ലേ. അവരാണ് ഇവരുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടുകൂടാൻ പോകുന്നത്. അവരശേഷം ചിന്തിക്കുന്നില്ല സഹോദരങ്ങളെ. ഈ ലീഡേഴ്സും പാസ്റ്റേഴ്സും എന്നൊക്കെ പറയുന്നവർ അശേഷം ഒരു കാര്യവും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ? നിങ്ങൾ പഠിച്ചതല്ലേ വചനം, ആ പഠിച്ച വചനപ്രകാരം നിങ്ങൾക്കൊരു മനുഷ്യർക്ക് ഈ വക കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെക്കാളും എത്രയോ പഠിപ്പും ജ്ഞാനവും ഒക്കെ ഉള്ളവരായി സീനിയർ പാസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് അവരിതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മൗനാനുവാദം കൊടുക്കുന്നത്, വളം വെച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?
അതൊരു വലിയ ചോദ്യമായിട്ട് കിടക്കുക, അല്ലേ? അതൊരു വലിയ ചോദ്യമായിട്ടിരിക്കുക. പൊതുവെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു നല്ല പേരൊക്കെ സമ്പാദിച്ച് അങ്ങനെ അങ്ങ് പോവാം, ആർക്കും അലോസരമൊന്നും ഉണ്ടാക്കണ്ട എന്ന നിലയിലാണ് ചിന്തിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ കാവൽക്കാരനല്ലേ? അപ്പോൾ ഒരു ലീഡർ എന്നൊക്കെ പറഞ്ഞാലോ അതിൻ്റെ ആ പാരമ്യത്തിലേക്ക് വരികയാണ്. പൗലോസ് പറയുന്നു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുപോലെ കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്തേക്ക് പ്രവേശിക്കും. അത് വെളിയിൽ നിന്ന് പ്രവേശിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വിപരീത ഉപദേശം പറയുന്നവർ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുന്നവരെ എന്താ ചെയ്യേണ്ടത്? ഓർഡൈൻ ചെയ്ത് അവരെ പാസ്റ്ററാക്കുക, അത്ര തന്നെ. അല്ലെങ്കിൽ അവനെ അടുത്ത കൺവെൻഷനിൽ വിളിക്കുക. നമ്മുടെ ഇടയിൽ നിന്ന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ഒരുവൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന കാര്യം അത്രയേ ഉള്ളൂ, എല്ലാവരെയും ശ്രേഷ്ഠരെന്ന് എണ്ണുക. വിപരീത ഉപദേശമാണെങ്കിലും സാരമില്ല, അങ്ങനെ വാക്യമുണ്ട് കേട്ടോ. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണമെന്നൊക്കെ എൻ്റെ ദൈവമേ തോറ്റുപോകുള്ളൂ. അതേസമയം 15 സങ്കീർത്തനത്തിൽ വഷളനെ നിന്ദിനായിട്ട് എണ്ണണമെന്നാണ് എഴുതിയിരിക്കുന്നത്. വേറെ ചില ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉപദേശത്തെ മറിച്ച് കളയുന്നവനോട് നാം എതിർത്ത് നിൽക്കണമെന്നുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. സാത്താൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു RSSകാരനെ ഒരു കാവ്യമൊക്കെ ഉടുപ്പിച്ച്, ഒരു കുറിയൊക്കെ തൊട്ട്, ഒരു ശൂലമൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ഇടയിലേക്ക് പറഞ്ഞയക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പറയുന്ന പോലെയല്ല എന്നൊക്കെ അങ്ങേര് വന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും അംഗീകരിക്കുമോ? ഒരു മനുഷ്യക്കുഞ്ഞ് അംഗീകരിക്കില്ല, റിജക്റ്റ് ചെയ്യും വരുന്ന വഴിക്ക് തന്നെ. അപ്പോൾ സാത്താൻ അതറിയാം. ഏതെങ്കിലും ചിട്ടി കമ്പനി പൊളിഞ്ഞു പോയവൻ ഇതിനകത്തുണ്ടായിരിക്കും. അവനെ സാത്താൻ പൊക്കുക എന്ന് പറയും. പൊക്കിയിട്ട് ഒരു അനോയിൻറ്റിങ് അവനും കൊടുത്തിട്ട് കൈകാര്യം ചെയ്തോളാൻ പറയും. പോപ്പുലാരിറ്റിയും കൊടുക്കും, പോപ്പുലാരിറ്റി അനോയിൻറ്റിങ് ഒക്കെ കൊടുക്കും. പക്ഷെ വചനം അവനറിയില്ലായിരിക്കും. സത്യവചനത്തിൻ്റെ പൊരുൾ അവനറിയില്ല. വിശ്വാസത്തിൻ്റെ മർമ്മം അവന് വെളിപ്പെട്ടിട്ടുണ്ടാകില്ല. കാരണം വിളിയില്ല, ദൈവത്താൽ വിളിയില്ല. വിളിച്ചത് വേറെ പുള്ളിയാണ്, അഭിഷേകം ചെയ്ത് വേറെയാളാണ്. പരിശുദ്ധാത്മാവിലാണെങ്കിൽ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, കാര്യങ്ങൾക്ക് സുതാര്യതയുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രസിദ്ധരായ ശുശ്രൂഷകരും ഇത്തരക്കാരും ഈ വചനത്തെ വളച്ചൊടിക്കുന്നവരും തിരിച്ചൊടിക്കുന്നവരുമായ ഇത്തരം ആളുകളൊക്കെ ഒരുമിച്ചിരിക്കുന്നതും ഒരുമിച്ചവർ നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് അടുത്തൊരു തലമുറയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണത്. ഈ സത്യവിശ്വാസത്തെ ചുമക്കേണ്ട അടുത്തൊരു തലമുറയെ കൺഫ്യൂഷനിലേക്ക് തള്ളിയിടുകയാണ് ഇവരൊക്കെ. ഇവരൊരൊറ്റയാൾ മുന്നിലിറങ്ങി നിന്ന് പറയുന്നില്ല ഇത് ആണാണ്, അതായത് കൊച്ചുണ്ടായിരുന്നേ കൊച്ചാണാണെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല. ഒന്നുമല്ലേ കൊച്ചാണാണെന്ന് പറയണം, അല്ലെ പെണ്ണാണെന്ന് പറയണം, രണ്ടും ഉറപ്പിക്കണമല്ലോ. ഇവർ ചീട്ടിട്ടുകൊണ്ടിരിക്കുക, കൊച്ചാണാണോ എന്ന് പറയാനും പെണ്ണാണോ എന്ന് പറയാനും. കൊച്ചാണാണെന്നോ പെണ്ണാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അതിന് പകരം ഇവരെല്ലാം മൗനത്തിൻ്റെ ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളിലൂടെ സഭ മുന്നോട്ട് പോകുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. 2012, 14, 16 കാലയളവിൽ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു യൗവനക്കാരൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ ഗ്രേസ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പേരിൽ വന്ന് കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേക യൗവനക്കാരുടെ മനസ്സ് മലിനമാക്കി. യൗവനക്കാരുടെ മാത്രമല്ല, പ്രായമുള്ളവരുടെയൊക്കെ. അദ്ദേഹം ചങ്ങനാശ്ശേരി മാത്രം ഒതുങ്ങിയില്ല, കേരളം മുഴുവനും, കേരളത്തിന് വെളിയിലേക്കൊക്കെ അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു. അദ്ദേഹം അതിനു മുൻപ് നിന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ കോട്ടയത്തിൻ്റെ പരിസരത്തുള്ള ഒരു ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് സിംഗപ്പൂരിലുള്ള ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ലോക കൾട്ടിൻ്റെ ആ കൾട്ട് ഉപദേശത്തെ ഇദ്ദേഹം സ്വീകരിച്ചത്. അതായത് ഈ ലോകം മുഴുവനും നമുക്ക് പോക്കറ്റിലിടാമെന്നുള്ള ഉപദേശം, എല്ലാം കൃപയാൽ നമുക്ക് പോക്കറ്റിലിടാം, അങ്ങനത്തെ ഒരു ഉപദേശത്തിലേക്ക് അദ്ദേഹം വഴുതിപ്പോയി. അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റോ കാര്യങ്ങളൊന്നും തുടക്കത്തിൽ ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം ഇങ്ങനെ കത്തിക്കയറി വന്നപ്പോൾ പലർക്കും ഒക്കെ മനസ്സിലായി. കുറേ ദൈവദാസന്മാർ അതിനെതിരെ സംസാരിച്ചു. നിശ്ചയമായും കുറേ ദൈവദാസന്മാർ, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരുടെ, ഞാൻ പറഞ്ഞതുപോലെ നേർത്ത സ്വരങ്ങൾ അവിടങ്ങളിൽ മുഴങ്ങി. എന്നാൽ അന്നും ഈ സീനിയർ പാസ്റ്റേഴ്സ്, ലീഡേഴ്സ് എന്ന് പറയുന്ന ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ലീഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ്, സീനിയർ ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അവരിൽ പലരും മൗനത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ജനത്തിന് ഏതാ ശരി എന്താ ശരി എന്നൊന്നും പിടിയില്ല. ശരിക്കും നമ്മൾ വചനം പഠിക്കുമ്പോൾ ശുശ്രൂഷകരെ കുറിച്ച് എന്താ കാണുന്നത്? അവർ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കണം എന്നുള്ളതാണ്. മലിനവും നിർമ്മലിനവും വേർതിരിക്കണം. പിന്നെ എന്താ? അവർ വിശുദ്ധവും സാമാന്യവും വേർതിരിക്കണം.
അങ്ങനെ വേർതിരിക്കേണ്ടവരാണ്. കാര്യങ്ങളെ വേർതിരിച്ചു കൊടുക്കണം. അതരുത്, അത് നമുക്ക് യോഗ്യമല്ല, നമ്മളത് കൈകാര്യം ചെയ്യരുത്. ആ കൂട്ടുകെട്ട് നല്ലതല്ല, ആ ഉപദേശം അത് തെറ്റായ ഉപദേശമാണ്. അവർ കാവൽക്കാരെന്ന നിലയിൽ അതിനെല്ലാം പ്രതിരോധിക്കേണ്ടവരാണ്. ലീഡേഴ്സ് എന്ന് പറയുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? അവർ സഭാരാഷ്ട്രീയം കളിച്ച് നടക്കുന്നു. പിന്നെ അതിനകത്തുള്ള ആളുകളുടെയൊക്കെ കല്യാണം നടത്തുന്നു. കല്യാണം നടത്തുമ്പോൾ വലിയ കവർ കിട്ടും, 25,000 50,000 ഒക്കെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ശവാടക്ക് നടത്തും, വീട് കയറി താമസം നടത്തും, പിന്നെ ഇടയ്ക്ക് കൺവെൻഷനുകളിൽ പോയി പ്രസംഗിക്കും, പിന്നെ മൊത്തത്തിൽ ഭരിക്കുകയും കൂടെ ചെയ്യുകയാണല്ലോ, ഭയങ്കര ഭരണവും കൂടെ നടത്തുക. അങ്ങനെ ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ ജനം ഈ വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി കേഴുന്ന പോലെയാണ്. ഇതിൻ്റെ ഒരു കൃത്യത ഒന്ന് അറിയാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അവരോട് ഇതൊന്നും ആരും ഗൗരവമായി പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നീട് കണ്ടത് പെന്തക്കോസിനകത്തുള്ള ആളുകൾ വന്നിട്ടാണ് ഇവരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നത്. അതങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരിക്കാം, അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊള്ളാവോ? സത്യത്തിൽ അദ്ദേഹം ക്രൂശിക്കപ്പെടാത്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇവിടെ നമ്മുടെ അപ്പസ്വലന്മാർ പറയുന്നത് ഞങ്ങൾ ദിവസേന ക്രൂശിക്കപ്പെടുന്നു എന്നാണ്, ദിവസേന മരിക്കുന്നു എന്ന്. ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകാർ ദിവസേന മരിക്കുകയോ ദിവസേന ക്രൂശിക്കപ്പെടുകയോ ഇങ്ങനത്തെ ആശയങ്ങളൊന്നും ചിന്തിക്കുന്നവരല്ല. അതേസമയം പെന്തക്കോസ്റ്റ് സമൂഹത്തിനിടയിൽ ഗൗരവമായൊരു പഠനമാണ്, ഒരു ബോധ്യമാണ്, ഞങ്ങൾ ദിവസേന ക്രൂശിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. മനുഷ്യനെങ്ങനെയാണ് ദിവസേന മരിക്കുന്നതെന്ന് പലരും ചിന്തിക്കാം. നമ്മുടെ സ്വയത്തിൻ്റെ മരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ ഗൗരവമായ പഠനങ്ങളുള്ള ഒരു മേഖലയാണ് പെന്തക്കോസ്റ്റ് സമൂഹം എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റിൽ അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഇടമാണോ എന്നൊക്കെ ചോദിച്ചാൽ തീർത്തങ്ങനെ പറയാൻ പറ്റില്ല. പഠിപ്പിക്കുന്നവരുമുണ്ട്, വലിയ പങ്ക് ഇന്ന് പഠിപ്പിക്കുന്നുമില്ല. അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ ലീഡേഴ്സ് ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സഹവർത്തിത്വത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് യെരുശലേമിൻ്റെ തകർന്നു പോയ മതിൽ പണിയുവാൻ നെഹമ്യാവ് വരുന്നതും ആ മതിലിൻ്റെ പണിയും അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആഴ്ചകളെടുത്ത് നമ്മൾ ധ്യാനിച്ചവരാണ്. അവിടെ നമ്മൾ തോബിയാവിനെ കാണുന്നുണ്ട് 4-ാമത്തെ വാക്യത്തിൽ. ശരിക്കും 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ മതിൽ പണിക്ക് എതിരെ നിന്ന് 2 പേരുടെ പേര് പറയുന്നുണ്ട്, സൻബല്ലത്തും തോബിയാവും. ഈ മതിൽ പണിയെ ഏറ്റവും എതിർത്തവരും ഉപദ്രവിച്ചവരുമായ ആളുകളാണ് ഈ സൻബല്ലത്തും തോബിയാവും. നോക്കണം, ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി, യെരുശലേം ദൈവാലയം തീ വയ്ക്കപ്പെട്ടു, എല്ലാം തകർക്കപ്പെട്ടു. അങ്ങനെ അവർ പ്രവാസത്തിലേക്ക് പോയി. പിന്നത്തേതിൽ അവർ പ്രവാസത്തിൽ നിന്ന് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നു. അങ്ങനെ അവർ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ആലയം പണിത് കുറേ വർഷങ്ങൾ തന്നെ മുന്നോട്ട് പോയി. ആ വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞിട്ടും ഈ ആലയം പണിത ആർക്കും അതിൻ്റെ ചുറ്റും അതിൽ തകർന്നു കിടക്കുന്നത് പുനരുദ്ധരിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും പണിയാനായിട്ട് അവർക്ക് ഒരു ബോധ്യം വന്നില്ല, അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നില്ല. എന്നാൽ ദൈവം ശൂഷൻ രാജധാനിയിലെ ഉദ്യോഗസ്ഥനായ നെഹമ്യാവിനെ ആ കാര്യം ബോധിപ്പിച്ചു. അങ്ങനെ നെഹമ്യാവ് ഇവിടെ മടങ്ങി വന്ന് ചില സഹോദരന്മാരെയൊക്കെ ഉണർത്തി ഉത്തേജിപ്പിച്ച് അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഈ മതിൽ പണിയിലേക്ക് പ്രവേശിച്ചു. ആ പണിത സമയത്ത് ഈ സൻബല്ലത്തും തോബിയാവും ഒക്കെ മാക്സിമം ഉപദ്രവിച്ചവരാണ്. എന്നാൽ നെഹമ്യാവ് അങ്ങനെ കീഴടങ്ങുന്നവനല്ലായിരുന്നു. നെഹമ്യാവ് നിന്ന് പൊരുതി ഈ മതിലിൻ്റെ പണി പൂർത്തീകരിച്ചു. ഈ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ നടുവിൽ വേർപാടിൻ്റെ ഒരു മതിൽ, ആ മതിലിനകത്താണ് ദൈവത്തിൻ്റെ ആലയം നിൽക്കുന്നത്. ഈ ലോകവുമായിട്ട് ഡയറക്റ്റ് ഈ ദൈവാലയത്തിന് ബന്ധവുമില്ല, കാരണം ചുറ്റും ഒരു ചുറ്റുമതിലുണ്ട്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴോ നാമാണ് ദൈവത്തിൻ്റെ ആലയം. നമുക്ക് ചുറ്റും വേർപാടിൻ്റെ ഒരു മതിലുണ്ട്. ആ മതിൽ നിർബന്ധമായും പണിയണം, മതിലില്ലാതെ കാര്യം നടക്കില്ല. അപ്പോൾ അങ്ങനെ ആലയം മതിൽ പണിതു. ആലയത്തിനകത്തുള്ള പല ചേംബേഴ്സുണ്ട്, പല അറകളുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ 4-ാം വാക്യം നമ്മൾ കാണുന്നത്. അവിടെ ഒന്ന് വായിക്കാം. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എലിയാശീബ് പുരോഹിതൻ തോബിയാവിൻ്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. ഗഹനമായ പഠനങ്ങളാണ് നമ്മൾ ആ ദിവസങ്ങളിൽ നടത്തിയത്. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച തന്നെ ഈ വിഷയം നമ്മൾ ധ്യാനിച്ചതാണ്. എലിയാശീബ് എന്ന് പറയുന്ന ആ സമയത്തെ മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതൻ്റെ ബന്ധുവായിട്ട് ഈ തോബിയാവ് എങ്ങനെ വരുന്നു എന്നുള്ളത് അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതൊരു സംബന്ധവുമായി ബന്ധപ്പെട്ട്, ഒരു അരുതാത്ത സംബന്ധവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ബന്ധുതയിലേക്ക് വരുന്നത്. അരുതാത്ത സംബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അരുതാത്ത ഒരു സംബന്ധവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ബന്ധുതയിലേക്ക് വരുന്നത്.
ആ ബന്ധുതയ്ക്കൊക്കെ ശേഷം എലിയാശീബ് പുരോഹിതനും തോബിയാവൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് കൂടി ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ എലിയാശീബിൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ടങ്ങ് എണ്ണിയേക്കാന്ന്. അങ്ങനെ എണ്ണിക്കാണുമായിരിക്കും. എന്തായാലും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഇടത്തിലേക്ക് ലേവ്യർ മാത്രം കടന്നു വരേണ്ട ഇടമാ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിലും പെടാത്തവനാണ് ഈ തോബിയാവ്. ആ തോബിയാവിന് എങ്ങനെ അതിനകത്തേക്ക് കടന്നു വരാൻ കഴിയും? എലിയാശീബ് അനുവാദം കൊടുത്തു. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ പറക്കുകയാണ്. പക്ഷെ നെഹമ്യാവ് അവിടെ വന്നതിന് ശേഷം അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നാറേ എലിയാശീബ് തോബിയാവിന് ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അറിഞ്ഞെന്നോർത്ത് തന്നെ കുഴപ്പം, മിണ്ടാതിരുന്നാൽ പോരെ. നെഹമ്യാവ് അങ്ങനെ ഒരാളല്ല സഹോദരങ്ങളെ, നെഹമ്യാവ് അങ്ങനെ ഒരാളല്ല. നെഹമ്യാവ് അങ്ങനെ ഒരാളല്ല. പുള്ളി യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടോന്ന് എനിക്കറിയില്ല. പുള്ളി ചെയ്ത കാര്യം ഞാൻ വേണേൽ വായിച്ച് കേൾപ്പിക്കാം. തൊട്ടടുത്തുള്ള 8-ാം വാക്യം, അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടു സാമാനങ്ങളൊക്കെയും അറയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിന്ന് പ്രസംഗിക്കാനെടുത്ത് എന്താ, ഇതല്ല എനിക്ക് അത്യന്തം വ്യസനകാരണമായി തീർന്നതുകൊണ്ട് തന്നെയാണ്. പരസ്യമായിട്ടല്ലേ ഞാൻ പറയുന്നത്. ഈ കൊട്ടാരക്കരയിലെ പ്രസിദ്ധനായ ആള്, അദ്ദേഹം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ അല്ലെന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശവും ടീച്ചിങ്ങൊന്നും വിശുദ്ധ വചനത്തിന് നിരക്കുന്നതല്ലെന്നും പ്രൂവ് ചെയ്യാനുള്ള പ്രാപ്തി ദൈവം കൃപയാൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറച്ചു തന്നെ പറയുന്നത്. കേൾവിക്കാർ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ വിരുദ് തെറ്റും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലേക്ക് ചെന്ന് കയറിക്കഴിഞ്ഞാൽ. ഇവിടെ ഈ എലിയാശീബ് എന്താ ചെയ്തത്? തോബിയാവിന് അറയൊരുക്കി കൊടുത്തു. ആ അറയൊരുക്കി കൊടുത്ത് ദൈവസന്നിധിയിൽ യോഗ്യമാണോ? യോഗ്യമാണെങ്കിൽ നെഹമ്യാവിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നെഹമ്യാവ് വരുന്നത് വരെ അവിടെ വേറെ ധാരാളം മനുഷ്യരുണ്ടല്ലോ. ഒരു മനുഷ്യക്കുഞ്ഞും ഒന്നും മിണ്ടിയില്ല. നമ്മളെല്ലാത്തിലും തലയിടാൻ പോകുന്നത് എന്തിനാ എന്ന ഒരു ചിന്തയാണ്. അന്യൊരുത്തൻ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് തോബിയാവ് കടന്നു വന്ന് ദൈവത്തിൻ്റെ ആലയത്തെ മലിനമാക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥകളും പ്രമാണങ്ങളും ലംഘിക്കുകയാണ്. ബാക്കി എല്ലാവരും അത് കണ്ടുകൊണ്ട് നിന്നു. നെഹമ്യാവിനത് സഹിച്ചില്ല. അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടു സാമാനങ്ങളെല്ലാം എടുത്ത് എറിഞ്ഞു കളഞ്ഞെന്ന്. നമ്മളിങ്ങനത്തെ ഭക്തന്മാരെയൊക്കെ വചനത്തിൽ കാണുന്നുണ്ട്. ഫീനഹാസിനെ നോക്കി, ഫീനഹാസ് അന്ന് ബാധ വെളിപ്പെട്ട സമയത്ത് കടന്നു ചെന്ന് എന്താ ചെയ്തത്? അതുപോലെ ലേവ്യരെ നമ്മൾ ആ താഴ്വരയിൽ, ഹോരേബിൻ്റെ താഴ്വരയിൽ ഒന്ന് കണ്ടു നോക്കി. ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഈ തലമുറയിൽ കാര്യങ്ങളെ തെളിവായി പറയുന്ന ശുശ്രൂഷകർ മുൻപോട്ട് വരുന്നില്ല. ഈ നെഹമ്യാവിൻ്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകം ഉണ്ടല്ലോ. നെഹമ്യാവ് പഴയ നിയമക്കാരനാണ് കേട്ടോ. അതുപോലെയാണ് ഒരു പുതിയ നിയമക്കാരൻ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിലെ അറയിൽ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും പാടില്ല. അത് ദൈവസന്നിധിയിൽ കുറ്റകരമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ നെഹമ്യാവ് എല്ലായിടത്തും പുറത്തു കളഞ്ഞു. ശുദ്ധീകരണമാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ഇടയിൽ അങ്ങനെയാണോ? ഇങ്ങനെയുള്ള ആളുകളെല്ലാം വിളിച്ച്, ഇപ്പോൾ ഈ അടുത്ത ദിവസം കോട്ടയത്ത്, എൻ്റെ ദൈവമേ, വലിയ എത്ര കോടിയാ, 2-3 എത്രയോ കോടിയുടെ ഒരു വലിയ പ്രോഗ്രാം, മാമാങ്കെന്ന് തന്നെ പറയാം. ആള് കൂടണ്ടെന്നാണ് ചോദിക്കുന്നത്. ആള് കൂടണ്ടേ? അത്ഭുതം വേണ്ടേ? അടയാളം വേണ്ടേന്ന്. അതിൽ പ്രസംഗിക്കാൻ വരുന്ന ഓരോരുത്തരെ എടുത്ത് പഠിക്കണം. ഈ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ആ പുള്ളി കുപ്പിയിലെ വെള്ളമൊക്കെ വീഞ്ഞാക്കി മാറ്റുന്നയാളാണ്. അതുപോലെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്തും. ഒരു വലിയ സമൂഹത്തിൻ്റെ ഓൾ ഇന്ത്യ സൂപ്രണ്ടൻ്റാണ് പുള്ളിക്കാരൻ. അക്കൗണ്ടിലേക്ക് ആളുകളോടെല്ലാം ചോദിക്കും, നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് SMS നോക്ക്. SMS ഒക്കെയാണ് വരുത്തുന്നത്. ഭയങ്കര പരിപാടിയല്ലേ? ചില്ലറ പരിപാടിയാണോ? അത് വല്ലാത്ത പരിശുദ്ധാത്മാവ് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രസംഗിക്കാൻ വരുന്നത്. പിന്നെ വരുന്ന ആളാരാ? പണ്ടൊക്കെ നമ്മൾ ഓരോരോ കാര്യം സ്വപ്നം കാണുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ വരാൻ പോകുന്ന ആളും പുള്ളിയുടെ അപ്പനും, അദ്ദേഹത്തിൻ്റെ അപ്പനാണ് പ്രസിദ്ധൻ, ഡേവിഡ് പോൾ യോഗിങ് ചോയ് എന്ന് പറയുന്നത്. അവർ ഗർഭം ധരിക്കുകയാണ്. കാറാണെങ്കിൽ കാറ് ഗർഭം ധരിക്കും. 9-ാം മാസം കാറ് പുറത്തേക്ക് വരും. അതുപോലെ ബംഗ്ലാവാണെങ്കിൽ ബംഗ്ലാവ്. അതിൻ്റെ എല്ലാം കളറൊക്കെ കറക്റ്റായിട്ട് കണ്ടോണം. നിങ്ങൾ കറുത്ത കളറിലുള്ള ഒരു വീടാ സ്വപ്നം കണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രസവിച്ചു വരും. അതേസമയം പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് വാഷ് അടിക്കാൻ പോകേണ്ടി വരും. ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ വെള്ളയടിച്ചോണം. അതൊക്കെയാണ് അവരുടെ ഉപദേശം. അതായത് ബുദ്ധമതത്തിൻ്റെ ഒരു വലിയ സ്വാധീനമാണ് അവരുടെയൊക്കെ മേൽ.
അവരന്യഭാഷ പറയുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, മലമുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, ആത്മാക്കൾ നേടുന്നില്ലേ? ഇതിൻ്റെ എല്ലാം ഉത്തരം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായി ഒരു പരിപാടി നടക്കില്ല സഹോദരങ്ങളെ. എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായി ആരെന്ത് കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അതൊന്നും വിലപ്പോവില്ല. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലീഡേഴ്സൊക്കെയായി ബന്ധപ്പെട്ട് അവരുടെ ആ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിക്കുന്ന വലിയ അപജയങ്ങൾ. കഴിഞ്ഞൊരു 10-35 വർഷമായി പെന്തക്കോസ്റ്റ് ലോകത്ത് ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. അത് ഞാൻ മാത്രമല്ല പറയുന്നത്, പെന്തക്കോസ്റ്റിലെ തന്നെ ചില ലീഡേഴ്സ് പറയുന്നുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇപ്പോൾ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ചിലരൊക്കെ പ്രസംഗിച്ച പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അവർ ഓപ്പണായിട്ടാണ് പറയുന്നത് കഴിഞ്ഞ 10-35 വർഷമായിട്ട് ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ലെന്ന്. അത് വാസ്തവം തന്നെയാണ്. അതിനകത്ത് എന്താ തർക്കം? ഒരു 80കൾക്ക് ശേഷം വന്നൊരു അപജയം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചിരുന്ന ഒരു സമൂഹം ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ളവരായി തീരുമാറ് ലോക സുഖങ്ങളിലേക്ക് തെള്ളിയിട്ടു. അതായത് വേദപുസ്തകത്തിൻ്റെ നിർമ്മലമായ ഉപദേശങ്ങളെയൊക്കെ മറിച്ചു കളഞ്ഞുകൊണ്ട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് സമൂഹം, അതൊക്കെ അമേരിക്കയിലൊക്കെ ആരംഭിച്ച കൂട്ടങ്ങളാണ്. അത് കൊടുങ്കാറ്റ് പോലെയോ മലവെള്ളപ്പാച്ചിൽ പോലെയോ ഒക്കെ ഒഴുകി വന്ന് നമ്മുടെ ഈ മലയാളക്കരയിലേക്കും, അല്ലെങ്കിൽ അതങ്ങനെ ഒഴുകി വന്ന് നമ്മുടെ ഈ ഭാരതദേശത്തേക്കും കടന്നു വന്നു. അത് മലയാളക്കരയിലും അതിൻ്റെ പ്രവർത്തനം ശക്തമായി. പിന്നത്തേതിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു 90കൾ 95കൾ 2000 ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ശക്തി വർദ്ധിച്ചു വന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിട്ടിക്കമ്പനി പൊട്ടിയവനും വട്ടിക്കമ്പനി പൊട്ടിയവനും എല്ലാം ഒരു ബൈബിളുമായിട്ട് രംഗത്തിറങ്ങി വന്ന് ബോധിച്ചതുപോലെ സാമ്രാജ്യങ്ങൾ പണിയാൻ ആരംഭിച്ചു. ഈ കൊട്ടാരക്കരക്കാരൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഈ കോട്ടയത്തെ തങ്കുച്ചായൻ എന്നാ പറഞ്ഞത്? ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു പരാജയപ്പെട്ട ക്രിസ്തുവാണെന്ന്. ഒരു സമയത്ത് പറഞ്ഞ കാര്യമല്ലേ അത്? അതുപോലെ എന്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്ന ഒരാളാണ് ഈ പ്രസിദ്ധനായ വ്യക്തി. ആ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ പറഞ്ഞ സൂപ്രണ്ടൻറ്റും ഓവർസീറും ഒക്കെ നിന്ന് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. അവരുടെ മുമ്പിൽ പോയിരുന്നാണ് വേർപെട്ടവരെന്നും വീണ്ടെടുക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്ന ദൈവജനം വചനം കേൾക്കുന്നത്. എന്ത് വചനമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്? ഇവരുടെ കയ്യിൽ എന്ത് വചനം ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ പ്രസിദ്ധൻ പ്രസംഗിച്ചിട്ടുള്ള പല പ്രസംഗങ്ങളും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പല സഹോദരങ്ങളും തന്നിട്ടുള്ളതാണ്. ഈ അരമുറിയും ഒന്നുമല്ല, ഫുൾ മെസ്സേജുകളാണ്. അത് വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോകുന്നത്. ദൈവവചനം എത്ര സമർത്ഥമായിട്ടാണ് ഇവർ വളച്ചൊടിക്കുന്നതും മറിച്ച് കളയുന്നതും ജനത്തെ ആ നിത്യതയിൽ നിന്ന് അകറ്റിക്കളയുന്നതും. മനുഷ്യൻ്റെ നിത്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, ഇവരൊന്നും പെന്തിക്കോസ്റ്റുകാരല്ല. ഇതൊന്നും പെന്തിക്കോസ്റ്റല്ല, പെന്തിക്കോസ്റ്റിൻ്റെ ഉപദേശമല്ല ഇവർ ഹോൾഡ് ചെയ്യുന്നതെന്ന്. ശരിക്കും പെന്തിക്കോസ്റ്റുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു കാര്യം ഇവിടെ പറയണമല്ലോ. ചില ആളുകളൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂടെ എത്ര ആത്മാക്കളുണ്ട്, നിങ്ങൾ എത്ര ആത്മാക്കൾ നേടിയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. അവിടെ നോക്കി എത്ര ആയിരങ്ങളാണ് കൂടുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കൊട്ടാരക്കരയുടെ ഒരു 25 കിലോമീറ്റർ റേഡിയസിലുള്ള IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, ഈ സിലോൺ പെന്തിക്കോസ്റ്റ് മിഷൻ, ഇതിൽ നിന്നൊന്നും അധികം ഉണ്ടാവില്ല. ഈ IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ് മുതലായ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെയുള്ള അസംതൃപ്തരായ ആളുകൾ ഓരോരോ ലോക്കൽ ചർച്ചുകളിൽ നിന്ന് പുറത്തിയാടിയാണ് ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ഈ അക്കരപ്പച്ചാന്ന് കേട്ടിട്ടില്ലേ? അവർ നിൽക്കുന്ന ചർച്ചിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പാസ്റ്ററായിട്ടോ മറ്റു കൂട്ടുവിശ്വാസികളായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഡൈജസ്റ്റ് ആകാതെ കിടപ്പുണ്ടാവും. അങ്ങനെ കിടക്കുന്ന കാര്യങ്ങളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും കിടക്കുന്നത് കൊണ്ട്, എന്നാൽ ഇവിടെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളുണ്ട്, അവിടെ പുക ഇങ്ങനെ പൊങ്ങുന്നുണ്ട്, പിന്നെ എന്നതാ അവിടെ ശബ്ദത്തിൻ്റെ ഘോഷങ്ങളുണ്ട്, ഓർക്കസ്ട്ര, പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. ജനം അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഇവർ എടുത്തിയാടി ഓടുകയാണ്. ഉപദേശത്തിൽ നിന്ന മനുഷ്യരാണ് എന്തോ ചെറിയ ചെറിയ കാരണങ്ങളാൽ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അങ്ങനെ വന്നവർ മാത്രമല്ല അവിടെയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ കടന്നു വന്ന ധാരാളം ആളുകളും അതിനകത്തുണ്ട്. ആ ആളുകളെയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കണം. ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ. ഇതിന് ശേഷം വന്ന വീഡിയോ എന്ന് പറയുന്നത് ഡൽഹിയിലുള്ളൊരു ഉപദേശി ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് 1 രൂപയും പിടിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്നൊരു വീഡിയോ ആണ്. ആ ഉപദേശി 1 രൂപ വല്ലവൻ്റെയും പറമ്പിൽ കുഴിച്ചിട്ടിട്ട് അത് തൻ്റെ പേരിൽ അവകാശം പറയുന്നയാളാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ വേറെ ഏതൊക്കെയുണ്ട്.
ഈ വീഡിയോസൊക്കെ ഇങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ലോകമെമ്പാടുമുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. അതിൽ സ്ത്രീകളൊക്കെ മുണ്ട് മടക്കി കുത്തി നിന്നങ്ങ് കമൻസൊക്കെ എഴുതുന്നത് കാണണം. എല്ലാവരെയും ചവിക്കുകയാണ്, മുടിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിന്നെ ദൈവം അടിക്കും. ഇവരെല്ലാം എഴുതുന്ന കാര്യമാണ്. അനന്യാസ് സഫീറയും അടിച്ചു വീഴ്ത്തിയ ദൈവം നിന്നെയും അടിച്ചു വീഴ്ത്തും എന്നുള്ളതാണ് പറയുന്നത്. പഠനങ്ങൾ അങ്ങനെയാണ് തലയ്ക്കകത്തിരിക്കുന്നത്. സൗമ്യതയും സാവധാനതയും ഒന്നുമല്ല. ഇവരുടെ അഭിഷിക്തൻ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭസ്മമായി പോകുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭയങ്കരം. പിന്നീട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ പല വാക്യങ്ങളുമായിട്ടൊക്കെ വരും. അതായത് ഒരു പാവിനിയായ സ്ത്രീയെ പിടിച്ചോണ്ട് വരുന്നു, പരീശന്മാരെല്ലാം കല്ലുമായിട്ട് വരുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നൊക്കെ. ആ വാക്യവും ആ സന്ദർഭമൊക്കെ ഇതുമായിട്ട് എങ്ങനെ കൂട്ടിമുട്ടിക്കണമെങ്കിൽ നീ ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരനായിരിക്കണം. ഒരു പെന്തിക്കോസുകാരൻ അങ്ങനെ തോന്നുന്നിടത്തൊന്നും വാക്യം എടുത്ത് കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ സന്ദർഭം എന്താണ്? ഇവിടെ നടക്കുന്ന സന്ദർഭം എന്താണ്? ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും ആദ്യകാല ശുശ്രൂഷകന്മാരെയും ഒക്കെ നമുക്ക് കാണാം. അവർ പല കാര്യത്തോടും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പലതിനോടും എതിർത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ എതിർക്കുന്ന സമയത്ത് പൗലോസിനോട് ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ പറയാണ്, അല്ലെ ഹുമനിയോസും ഫിലേത്തോസും പറയാമെന്ന് വിചാരിച്ചോ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഞങ്ങളെ കല്ലെറിയട്ടെ എന്ന്. ഞങ്ങളെക്കുറിച്ച് പൗലോസ് പറഞ്ഞതൊന്നും മര്യാദയല്ല. കാരണം ദൈവവചനപ്രകാരം ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് അവർ പറഞ്ഞാൽ വില പോവുമോ? ദൈവസന്നിധി വില പോവുമോ? ചുമ്മ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്ന പോലെയല്ല. ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ കാര്യകാരണ സഹിതം ഇത് ഇന്നതാണെന്നങ്ങ് പറഞ്ഞാൽ ഇന്നതാണ്. മനസ്സിലായോ? ഇത് ഇന്നതാണെന്ന് അവർ പറഞ്ഞാൽ അങ്ങനെയാ. അവിടെ ഇങ്ങനെ വാക്യങ്ങളുമായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെ ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ശുശ്രൂഷയ്ക്ക് ചില രീതികളുണ്ട്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാൻ പാടില്ല. ഇതെല്ലാം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുന്ന കാര്യങ്ങളല്ലേ? പൊതുജന മധ്യത്തിൽ ഏറ്റവും തേജസ്സേറിയ പുതിയ നിയമ ശുശ്രൂഷ അലങ്കോലപ്പെടുകയല്ലേ? അവിശ്വാസികളുടെ മുമ്പിൽ ഇതെല്ലാം വലിച്ചിഴക്കപ്പെടുകയല്ലേ? എന്നിട്ട് പറയാ കല്ലെറിയുകയാണോ എന്ന്. ഇതിനെല്ലാം കറക്റ്റ് ചെയ്യാനും ഇതിനെല്ലാം ചോദ്യം ചെയ്യുവാനും അധികാരമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. ദൈവജനത്തിന് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഞാൻ ദൈവദാസന്മാരെന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് കാര്യങ്ങളെ വിവേചിക്കാനും മനസ്സിലാക്കാനും അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു അധികാരമില്ലേ? പെന്തക്കോസ് പാസ്റ്റർമാരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ബെറോവയിലെ വിശ്വാസികൾ വേറെ സ്ഥലത്തെ ആൾക്കാരെ പോലെയൊന്നും അല്ല, അവർ ഭയങ്കര സേട്ടന്മാരാണ്. ഈ ബെറോവയിലെ വിശ്വാസികളുടെ ഇടയ്ക്ക് ചെന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിൽ ഇതൊന്നും വചനത്തിലുള്ളതല്ല, വചനവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഉടനെ ബെറോവക്കാരോട് പറയുകയാണ്, നിങ്ങളിൽ ഭാവമില്ലാത്തവൻ കല്ലെറിയട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഒക്കുവോ? ബെറോവക്കാരോട് പറയാണ് വിധിക്കരുത് എന്ന് പറഞ്ഞാൽ ബെറോവക്കാർ സമ്മതിക്കുവോ? അവർ വചനം വെച്ച് ആത്മാവിൽ കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് പറയാണ്. അല്ലെങ്കിൽ എഫേസ്യ സഭയിൽ ചെല്ലുകയാണ്. അവർ വചനം വെച്ച് ആത്മാവിൽ കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് പറയാണ്, യെസ് ടെസ്റ്റഡ്, ഓക്കെ, കളയ അപ്പോസ്തലൻ, ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ പറയാണ് പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതനൊന്നും ഇതൊന്നും വില പോവില്ല. ധാരാളം ആളുകൾ ഇതിലൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. അത് ഈ വ്യവസ്ഥാപിത പെന്തിക്കോസ് ചർച്ചുകളിൽ നിന്നൊക്കെ പല അസംതൃപ്തർ ചാടിപ്പോയ കാര്യം പറഞ്ഞു. പിന്നീട് പല വഴിക്കുന്നും ഇവരുടെയൊക്കെ ശുശ്രൂഷയിൽ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടുവന്നവരുണ്ട്. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പരിശുദ്ധാത്മാവിലല്ലേ എന്ന് ചോദിക്കുന്നവർ കാണും. അതിന് വാക്യങ്ങൾ വായിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. 2 തെസ്സലോനിക്ക ലേഖനം അതിന് 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഒരു 12-13 വരെ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ആളുകൾക്കെല്ലാം ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയെ ദൈവം അനുവദിച്ചു. അത്ഭുതം അടയാളമൊക്കെ നടക്കും. പിന്നെ നമ്മൾ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ പ്രതിമയ്ക്ക് ജീവൻ കിട്ടുന്ന കാര്യമാണ് വായിക്കുന്നത്, ഉയരത്തിൽ നിന്ന് തീ ഇറക്കുന്ന കാര്യമാണ് കാണുന്നത്. അതിലും വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ ഇതൊന്നും. അതൊക്കെ സാധിക്കുന്നേ. മോശ വടിയിട്ടപ്പോൾ മാത്രമല്ല പാമ്പായത്, പറവൻ്റെ ആൾക്കാരും വടിയിട്ടപ്പോൾ പാമ്പായി. ഇതൊക്കെ സംഭവിക്കും. അതൊന്നും വെച്ചിട്ടല്ല ഭക്തന്മാർ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൽ വിവേചിക്കും, വചനം വെച്ച് കാര്യങ്ങളെ ചെക്ക് ചെയ്യും. അങ്ങനെയല്ലേ കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾ പല പല കാര്യങ്ങളുമായി വന്നിട്ടുണ്ട്. കടഭാരം മാറിയിട്ടുണ്ട്, തർക്കമൊന്നുമില്ലെന്നേ, മാറിക്കാണും. രോഗമൊക്കെ ചിലപ്പോൾ ഭേദമായിട്ടുണ്ടാകും.
ചിലർ ചോദിക്കും രോഗം ഭേദമാക്കുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമല്ലേ കഴിയൂ എന്ന്. അതൊക്കെ ദീർഘമായ ടോപ്പിക്കാണ്. ഞാൻ അതിലൊന്നും നിൽക്കുന്നില്ല, ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക, പഠിക്കുക. ഞങ്ങളിവിടെ ദീർഘമായി അതൊക്കെ വിശദീകരിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെ വന്ന ആളുകളെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ ഉപദേശിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെയൊക്കെ വന്ന് സ്നാനപ്പെട്ട പലരുമാണ് ഈ ഉപദേശിക്ക് വേണ്ടിയൊക്കെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നത്. ശരിക്കും പെന്തക്കോസ്ത് വ്യൂവിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ആ കാര്യം ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ട് മുൻപോട്ട് പോയി അവസാനിപ്പിക്കാം. അതായത് പെന്തക്കോസ്ത് വീക്ഷണം അനുസരിച്ച് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടുകേട്ട് വരുന്ന ആളുകളെ ഒന്നും സ്നാനപ്പെടുത്താൻ അനുവാദമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ സുവിശേഷം കേൾക്കണം. സുവിശേഷം കേൾക്കാതെ സുവിശേഷപ്രകാരം അല്ലാതൊരു വീണ്ടും ജനനമില്ല. കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, കൊരിന്തിരെ ഞാനല്ലോ നിങ്ങളെ സുവിശേഷപ്രകാരം വീണ്ടും ജനിപ്പിച്ചത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവിൽ ജനിക്കണമെന്നാണ്. പത്രോസ് പറയുന്നത് കെടാത്ത ബീജത്തിൽ ജനിക്കണമെന്നാണ്. അങ്ങനെ എത്ര വാക്യങ്ങളാണ് മുൻപിലുള്ളത്. വചനമാകുന്ന വിത്തൊരുവൻ്റെ ഉള്ളിൽ വരണം. അതിനെല്ലാം ആധാരമായിട്ട് ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. എന്താണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും ആസൽ പെന്തിക്കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു വയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അതായത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്നാണ് യേശു കർത്താവ് പറയുന്നത്. അങ്ങനെ വന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ വരാത്തവനെയോ, എന്തെങ്കിലും അത്ഭുതമോ അടയാളം കണ്ടതോ അല്ലെങ്കിൽ പനി മാറിയതിൻ്റെ പേരിലോ ചുമ മാറിയതിൻ്റെ പേരിലോ ഒക്കെ സ്നാനപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. ചിലർ സ്വർഗത്തിൽ പോകണമെന്നും പറഞ്ഞ് സ്നാനപ്പെട്ടവരുണ്ട്. അങ്ങനെ പല നിലയിൽ സ്നാനപ്പെട്ട് ഈ സംഘങ്ങളിലൊക്കെ ചേർന്ന ആളുകളുണ്ട്. പെന്തിക്കോസ്റ്റിലും അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെ കാര്യമൊക്കെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെയൊന്നും അറിയുന്നില്ലെന്ന് പറയും. അത്ര തന്നെ. അതിനു മുമ്പ് സംഭവിക്കേണ്ടത്, ഒരു പാപിയായവൻ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ക്രൂശിൻ്റെ ചുവട്ടിലാണ് വരേണ്ടത്. ക്രൂശിങ്കലാണ് വരുന്നത്. പിതാവിനാൽ ഒരുവൻ ആകർഷിക്കപ്പെട്ട് തുടങ്ങുമ്പോൾ അവൻ്റെ മുമ്പിൽ സുവിശേഷം ഘോഷിക്കണം. ഏതെങ്കിലും വിധത്തിൽ അവൻ സുവിശേഷത്താൽ ആകർഷിക്കപ്പെടണം. പാഴ്ശൂന്യമായ ആ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ ആരംഭിക്കും. അവിടെയാണ് ആ വ്യക്തിക്ക് പാപബോധം വരുന്നത്. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ബോധ്യം വരണം. ബോധ്യം വന്നെങ്കിലേ ശരിയാകൂ. അത് ബോധ്യം വരണമെന്ന് ശഠിക്കുന്നവരുടെ കൂട്ടമാണ് പെന്തക്കോസ്തുകാർ. അങ്ങനെ അത്രയും ബോധ്യമൊന്നും വന്നില്ലേലും വെള്ളത്തിലിറങ്ങി കയറി പോകാമെന്ന് ചിന്തിക്കുന്നവരാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പ്. രണ്ടും തമ്മിലുള്ള അന്തരം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പിതാവ് ഒരുവനെ ആകർഷിച്ച് എവിടെയാണ് കൊണ്ടുവരുന്നത്? പുത്രൻ്റെ ക്രൂശിങ്കിലാണ്. എൻ്റെ അടുക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഴമാണ് പറയുന്നത്. ക്രൂശിങ്കിലേക്കാണ് ഒരുവനെ കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താ? ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന വീണ്ടെടുപ്പുകാരനെയാണ്, മെശിഹായെയാണ് അവൻ കാണുന്നത്. അവൻ ക്രൂശിനോട് അടുക്കുമ്പോൾ അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നത് എന്താ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. നമ്മുടെ എല്ലാം ശിക്ഷ അവൻ്റെ മേലായി എന്നൊക്കെയാണ് വായിക്കുന്നത്. അതെല്ലാം കണ്ടും കേട്ടും ബോധ്യം വന്ന് ഒരുവൻ ആ ക്രൂശിങ്കൽ സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്യപ്പെട്ട ഒരുവനാണ് ഈ രക്ഷാനുഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് വരുന്നവൻ ഇനി അടുത്ത പടിയുണ്ട്, വിശ്വാസ സ്നാനത്തിലേക്ക് കടക്കണം. അപ്പോൾ ഈ രക്ഷാനുഭവത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ ഒരുവനെ ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരു പാപിയായ വ്യക്തിക്ക് ക്രിസ്തു തൻ്റെ രക്ഷകനെന്ന് അംഗീകരിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പടിയാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞല്ലോ. സ്നാനത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുക്കും. ഇരുന്ന് കണക്ക് കൂട്ടി നോക്കുക. അതിൻ്റെ കാരണം എന്നാ? ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേജ് വരെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. രക്ഷ തികച്ച് സൗജന്യമാണ്, അൺകണ്ടീഷണലാണ്. രക്ഷ തികച്ച് സൗജന്യമാണ്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നു, നമുക്ക് പാപബോധം വന്നു, നമ്മൾ അവിടെ സറണ്ടർ ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരുവൻ, അവനെക്കുറിച്ചാണ് പറയുന്നത്, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. രക്ഷിക്കപ്പെടാത്തവനെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഈ പറയുന്നത്?
സ്നാനപ്പെട്ടവനെ ഒന്നും ഉയർത്തെഴുന്നേൽപ്പിക്കില്ല. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടാൻ പോകണം. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടാൻ പോകണം. രക്ഷയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. എല്ലാം സൗജന്യമാണ്, അൺകണ്ടീഷണലാണ്. പക്ഷെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ കണ്ടീഷൻസ് വയ്ക്കുക. സ്നാനത്തോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ഈ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. എന്താ കണ്ടീഷൻ? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം. ക്രൂശ് എടുക്കേണ്ട മാർഗമാണിത്. അത് തന്നെയല്ല, പിന്നത്തേതിൽ അവൻ നുകത്തിൻ കീഴിലേക്ക് വരണം. അതിനൊരു മനസ്സ് കാണിക്കണം. അവൻ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തണം. അവൻ്റെ ജീവിതത്തിൽ മുള്ളുകൾ അനുവദിക്കും. ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തെയാണ് പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്നത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഈ പുള്ളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ശരിയായ നിലയിൽ പാപബോധം വന്നിട്ടാണോ പലരും സ്നാനപ്പെട്ടത്? ഇന്നത്തെ ലോകം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ആത്മീക ശുശ്രൂഷയെക്കുറിച്ചുമുള്ള ബോധം, നമ്മുടെ ചിന്ത സ്വസ്ഥമായൊരു ജീവിതം. ഒരു 10-30 വർഷമായിട്ട് നടക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കൺവെൻഷനുകളിലാവട്ടെ, ടി വിയിലാകട്ടെ, ഇന്റർനെറ്റിലാകട്ടെ, നടക്കുന്ന സകല പ്രസംഗങ്ങളും യേശുവിന്റെ ഒരിക്കൽ ഓടി വരുവീൻ, എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും, കണ്ടമാനം പൈസ കിട്ടും, എല്ലാ ശാപവും മുറിച്ചു കളയും, നിങ്ങളുടെ പിള്ളേരെല്ലാവരും മഹാമിടുക്കരായി എല്ലാവരും മെഡിക്കൽ ഡോക്ടേഴ്സ് ആവും, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആവും. ജീവിതത്തിൽ ഒരു കഷ്ടവുമില്ലാതെ പരമസുഖമായി ജീവിക്കാനുള്ളൊരു വഴിയാണ് ഇത്. ഓടി വരുവീൻ. ഇതാണ് കഴിഞ്ഞ ഒരു 30 വർഷമായി പ്രസംഗവേദികളിൽ പൊതുവെ കേൾക്കുന്നത്. അപൂർവം ചില പ്രസംഗികളല്ലാതെ ഉണ്ടാവാം. എന്നാൽ ബാക്കി പ്രസംഗികളുടെ എല്ലാം പ്രസംഗം ഇതാണ്: ഉയർച്ച, നേട്ടം, സ്വന്തം കാര്യത്തിന് എന്ത് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10-35 വർഷമായി ശരിയാമണ്ണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നില്ല. ക്രൂശിന്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുന്നില്ല. ഇവിടെ കൊട്ടാരക്കരക്കാരുടെയോ കോട്ടയംകാരുടെയോ ഒക്കെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ അടുത്ത വിരല് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തിക്കോസ്തിൻ്റെ നേരെ തിരിക്കുക. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തിക്കോസ്തിൻ്റെ നേരെ. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യഥാർത്ഥ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന വിളക്ക് അത് പതിയെ കെട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ എഴുന്നേറ്റ് വന്നത്. ശരിയായ പ്രകാശം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകൾക്കും എഴുന്നേൽക്കാൻ കഴിയില്ല. പത്യവചനം ഘോഷിക്കപ്പെടുകയാണെങ്കിൽ, സത്യസുവിശേഷം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ ഗ്രൂപ്പുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താ? ആളെണ്ണം വെച്ചിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. കണ്ടോ, ഇത്രയായിരം പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഇത്രയായിരം പേരുള്ളത് കൊണ്ട് ഞങ്ങളാണ് ശരിയായ കൂട്ടം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അവർ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെ ശരിയായ നിർമ്മലമായ വചനം വെളിപ്പെടുന്നുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്നുണ്ടോ? അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതൊന്നും ചിന്തിച്ചുകൊണ്ടല്ല പറയുന്നത്. ഞങ്ങളാണ് ശരി എന്നുള്ള നിലയിൽ അവരങ്ങ് ചിന്തിക്കുക. യഥാർത്ഥ വേലയുടെ രൂപരേഖയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വരുന്ന ഒരുവൻ ക്രൂശിങ്കിലാണ് വരുന്നത്. ക്രൂശിൻ്റെ ദർശനമാണ് അവനെ ഉഴുതുമറിക്കുന്നത്. സുവിശേഷം എന്ന കലപ്പ അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയല്ലേ. പാപത്തിൻ്റെ വേരുകളെയെല്ലാം പൊട്ടിച്ചുകൊണ്ട് ആ കലപ്പ തലങ്ങും വിലങ്ങും ഉഴുതുമറിക്കുകയാണ്. കാലങ്ങളായി ഉറഞ്ഞു കിടന്ന ആ തരിശുഭൂമിയെ ഉഴുതുമറിക്കുകയാണ്. എന്നിട്ടാണ് അവിടെ വിത്ത് കൊണ്ടുവരുന്നത്. അതാണ് യഥാർത്ഥ പെന്തക്കോസ്തിൻ്റെ ടീച്ചിങ്. അങ്ങനെയാണോ ഈ പറഞ്ഞ ആളുകളെ അകത്ത് കൊണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിലവാരം കാണിക്കും. തുടർന്നുള്ള ജീവിതത്തിലും പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. ഇങ്ങനെ ഒരു പാപിയെ ആകർഷിച്ച് ഈ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ പാപത്തിൻ്റെ നിലയില്ല കയത്തിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അവനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ്റെ ബാഹ്യമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസിദ്ധനായ ഒരു ഉപദേശി, അതായത് ഇദ്ദേഹത്തിൻ്റെ മെൻറ്ററാകട്ടോ, എറണാകുളം ജില്ലയിലെ ഒരു സെൻട്രൽ പാസ്റ്റർ, ഈ പ്രസിദ്ധനായ വ്യക്തിയുടെ മെൻറ്ററായിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നും ഇങ്ങനെ കീറിയ തുണിയൊക്കെ കൊടുത്ത് നടന്നാൽ മതിയോ? ഈ ചോർന്നൊലിക്കുന്ന വീട്ടിലൊക്കെ കിടന്നാൽ മതിയോ? നമുക്ക് ഇച്ചിരി പ്രോസ്പെരിറ്റി ഒക്കെ വേണ്ടതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ സകൂതം കേട്ടവരാണ്. ശരിക്കും ഈ യോഹന്നാൻ 6:44 വെച്ച് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉപദേശം സ്ഥാപിക്കുക. എന്താ ഉപദേശം? രക്ഷയിലേക്ക് വരുന്ന ഒരുവന് ഇങ്ങനത്തെ ഒരു ഓഫറും പറയുന്നില്ല.
കീറിയ തുണി മാറ്റിയേക്കാം, പിന്നെ ചോർന്നൊലിക്കുന്ന വീട് ചോർച്ച മാറ്റിയിട്ട് ആസ്ബസ്റ്റോസ് ആക്കിയേക്കാം, അല്ലെങ്കിൽ അതാണെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കോൺക്രീറ്റ് ആക്കിയേക്കാം. അങ്ങനെയൊന്നുള്ള ഒരു ഓഫറും പറഞ്ഞല്ല ഇതിനകത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. പാപിയായവൻ്റെ നേരെ കൈ ചൂണ്ടുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന ന്യായവിധി ഭയാനകമായ ന്യായവിധിയാണ്. ആ ന്യായവിധി മറ്റൊരുവൻ നിനക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. കൃപയാൽ വിശ്വാസം മൂലം നിനക്ക് രക്ഷയ്ക്ക് സാധ്യതയുണ്ട്. നിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള സദ്വർത്തമാനമല്ലേ അവനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് തന്നെയല്ല, വാക്കും ഭാഷണമൊന്നും കൂടാതെ അവൻ ആ ക്രൂശിൻ്റെ ദർശനത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കൺമുമ്പിലല്ലേ ഈ കാഴ്ച കാണുന്നത്. ഉയരത്തിലെ കോപാഗ്നി മുഴുവനും പുത്രൻ്റെ മേൽ വീണിരിക്കുകയാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന്. എന്തിനാ? എൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ. എൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ. ഇപ്പം ഞാൻ കീറിയ സാരിയെ ഉടുത്തിരിക്കുന്നത്, അല്ലെ കീറിയ മുണ്ട ഉടുത്തിരിക്കുന്നത്, അതൊക്കെ ശരിയായിരിക്കാം. അത് മാറ്റുന്നതല്ല സുവിശേഷം. ചിലർ പറയും എല്ലാ ഭാഗത്തും മാറ്റം വരുമെന്ന്. വരുമായിരിക്കുന്നേ. ഇതൊക്കെ വന്നിട്ടുണ്ട്. ധാരാളം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളല്ലേ. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഉപദേശമായിട്ട് എങ്ങനെ പറയും? ഇനി ആരുടെയെങ്കിലും കീറിയ തുണി മാറിയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോവോ? കീറിയ തുണി മാറുമെന്നുള്ളൊരു ഉപദേശം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? സംഭവിക്കാം. സംഭവിച്ചില്ലെങ്കിലോ? അതൊന്നും പറഞ്ഞല്ല അപ്പോസ്തലന്മാർ ആരെയും കൊണ്ടുവന്നത്. തുണി കീറോ കീറാതിരിക്കുവോ അതൊന്നും ഇവിടെ സബ്ജക്റ്റ് അല്ല. ഈ വഴിയിലേക്ക് വരുമ്പോൾ നിന്നെ ഉത്സവ വസ്ത്രം ഉടുപ്പിക്കുക, അവിടെ തുടങ്ങുകയാണ്. നിന്റെ നഗ്നത മറച്ചുകൊണ്ട് ആ രക്ഷയുടെ അങ്കി ഉടുപ്പിക്കുകയല്ലേ. പിന്നെ പുറമെയുള്ള സാരി കീറിയതാണെന്നുള്ളതിനൊന്നും അല്ല പ്രാധാന്യം. അർഹതയില്ലാത്ത സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. സുവിശേഷ പ്രസംഗം കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വയ്ക്കുമ്പോഴാണ് അതെല്ലാം വെളിപ്പെടുന്നത്. അവിടെയാണ് ആളുകൾ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ തുള്ളിച്ചാടുന്നത്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം അവർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരുന്നത് എങ്ങനെയാ? പണ്ട് കാലത്ത്. ഇപ്പോൾ ഒന്നും വരാറില്ല. ഇപ്പോൾ കാറ് കിട്ടുമോ വീട് കിട്ടുമോ മൂത്ത മോള് ന്യൂയോർക്കിൽ ചെല്ലുകയൊക്കെ ചെയ്ത ആളുകൾ കരയും. പണ്ടങ്ങനെയല്ലെന്നേ. മലയാളക്കരയിൽ മാറത്തടിയായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ സുവിശേഷം ഏറ്റെടുക്കുന്നവർ പാപബോധത്താൽ പിടിക്കപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന രക്ഷയുടെ സന്തോഷം ഭയങ്കരമായിരുന്നു. ഒരു ഉറവ തുറക്കുകയല്ലേ. ഒരു ഉറവ തുറന്നു വരിക. ആ സന്തോഷത്താൽ പിടിക്കപ്പെട്ട മനുഷ്യർ അവരോട് എന്ത് കിട്ടുമെന്നൊന്നും നോക്കിയല്ല വരുന്നത്. അവരോട് സുവിശേഷം പറഞ്ഞ അപ്പോസ്തലന്മാർ അതിന് മുൻപ് എന്താ പ്രസംഗിച്ചു വെച്ചത്? എല്ലാം ചവറാണെന്ന്. ആ ചവർ ഒരു അനുഗ്രഹമാണെന്ന് ഏത് അപ്പോസ്തലനാണ് പറഞ്ഞത്? നമ്മുടെ വിശുദ്ധ അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞത് ഈ ചുറ്റും കാണുന്ന എല്ലാം ചവറാന്നാ. ചവർ മീൻസ് വാല്യൂ ഇല്ലെന്നാണ് അർത്ഥം. അതെല്ലാം അനുഗ്രഹമാണെന്ന് അവർ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. ഒരു അപ്പോസ്തലൻ പോലും പ്രസംഗിച്ചിട്ടില്ല. വചനം വെളിപ്പെട്ട് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. അവർ പറഞ്ഞ് നമ്മളിവിടെ ക്ഷണികന്മാരെന്നാണ്, നമ്മളിവിടെ അന്യരും പരദേശികളും എന്നാണ്. നമ്മളെ അവരെ പഠിപ്പിച്ച് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിച്ചത്. ഇന്നെല്ലാം മാറിപ്പോയി. എല്ലാം മാറ്റിക്കളഞ്ഞു. ഇന്നെല്ലാം കോട്ടി മാറ്റിക്കളഞ്ഞു. ന്യൂ ജനറേഷൻ പെന്തിക്കോസിന്റെ തള്ളിച്ചയിൽ നമ്മുടെ എലിയാശീബുമാരെല്ലാം അവരുമായി സംബന്ധം കൂടി ഉപദേശം മറിച്ചു കളഞ്ഞു. സുവിശേഷം തന്നെ മറിച്ചു കളഞ്ഞു. പൗലോസ് പറഞ്ഞു അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവനെന്ന്. ആ നിർമ്മലമായ സുവിശേഷം മറിച്ചു കളഞ്ഞാൽ അത് മറിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുന്ന കാര്യമല്ല സുവിശേഷത്തിൽ പറയുന്നത്. നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ചില ആൾക്കാർ പറയാം അവ ദാരിദ്ര്യത്തിലിരുന്നാൽ മതിയോ എന്ന്. ദാരിദ്ര്യമോ ഭൗതികമായ ഉയർച്ചയോ ഇതൊന്നും സുവിശേഷ പ്രസംഗത്തിന്റെ ഭാഗമല്ലെന്നേ. ഒരുവന്റെ നിത്യതയാണ് ഗൗരവം. ആ നിത്യതയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. ശേഷം കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. ശേഷം കാര്യങ്ങളൊക്കെ വാസ്തവമായി പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ക്രൂശിങ്കൽ വരുന്ന ഒരുവൻ പരിശുദ്ധാത്മാവിനാൽ പാപബോധം വന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവനെ സംബന്ധിച്ച് അവന് ഭിന്നത്തേതിൽ എന്താ പറയാനുള്ളത്? കീറിയ സാരി നിമിത്തം ഞാൻ ക്രിസ്തുവിനെ വിട്ടുപോവുകയാണ് എന്ന് അവർ പറയുമോ? ഈ ശരിയായ പാതയിലൂടെ വന്നവർ, ഈ ശരിയായ വഴി കണ്ടെത്തിയവർ, ശരിയായ വാതിൽ കണ്ടെത്തിയവർ അവർ ഒരിക്കലും പിന്മാറില്ല. അവർക്കൊരിക്കലും പിന്മാറാൻ കഴിയില്ല. ആ സ്നേഹത്തിൽ നിന്ന് അകലാൻ കഴിയില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. ശരിയായ കാര്യങ്ങൾ ആളുകൾ അറിയുന്നില്ല.
സമയം ഒത്തിരി മുന്നോട്ട് പോയി, വേഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വീഡിയോയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അതിൽ നിന്നായിരുന്നു എനിക്ക് ശരിക്കും പറയേണ്ടത്. എന്നാൽ ഇവിടെ കുറച്ച് അധികം പറഞ്ഞു പോയി. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ രണ്ട് പ്രസിദ്ധരായവർ സംസാരിക്കുകയാണ്. രണ്ടുപേരും ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത, ഇത് നമ്മളാരും കട്ട് ചെയ്തെടുത്തതോ മുറിച്ചെടുത്തതോ ഒന്നുമല്ല. അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. കാരണം അവരുടെ ടൈറ്റിലും പേരും അതും ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് നമ്മുടെ കയ്യിലും വന്നതാണിത്. ഇതിനകത്ത് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഒരു വീഡിയോയിലാണ് ഞാൻ പ്രത്യേകത കാണുന്നത്. ആദ്യം കണ്ട വീഡിയോയിലോ പിന്നെ ദൈവം സംസാരിച്ചെന്ന് പറയുന്നതോ അങ്ങനെയൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ വന്നല്ലോ. ഞാൻ അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ഈ വിഷയം, ഇത് ക്രിസ്തീയ ലോകത്ത് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വിഷയമാണ്. വലിയ തെറ്റിദ്ധാരണ പരത്തുന്നത്. അതായത് ഞാൻ ഒരു സൈഡിൽ പെന്തക്കോസ് സമൂഹത്തെ നിർത്തിയിട്ട് അതിന് മുൻപിൽ രണ്ട് പ്രധാനപ്പെട്ട കൂട്ടത്തെ നിർത്താം. അതായത് മുൻപിൽ എപ്പിസ്കോപ്പൽ സമൂഹത്തെ മുഴുവനും, അതിൻ്റെ ഒരു ഓരത്ത് ന്യൂ ജനറേഷൻ പെന്തിക്കോസിനെ നിർത്താം. രണ്ട് കൂട്ടരും നമ്മുടെ മുൻപിലുണ്ട്. എപ്പിസ്കോപ്പൽ സമൂഹങ്ങളെ സംബന്ധിച്ച് പല വാക്യങ്ങളുടെയും അർത്ഥവും പൊരുളും ഇന്നും തിരിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു. അവർ അത് ഏതർത്ഥത്തിലാണ് എടുത്തത്? കല്ലും മണ്ണും കൊണ്ട് സഭ പണിയുമെന്ന. നിങ്ങൾ യൂറോപ്പിലെമ്പാടും ശ്രദ്ധിക്കുക, എന്തുമാത്രം അമ്പരചുംബികളായ ബിൽഡിങ്ങുകളാണ് ചർച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതൊക്കെ കോടാനുകോടി രൂപയുടെ ബിൽഡിങ്ങുകളാണ്. പഴയ കാലം മുതൽ പണിതിട്ടിരിക്കുകയാണ്. ലോകം മുഴുവനും. നമ്മുടെ നാട്ടിൽ തന്നെ പാലായിക്കടുത്ത് രാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കത്തോലിക്ക പള്ളി 7 കോടി രൂപയ്ക്ക് എങ്ങാണ്ടാണ് പണത്. അതേസമയം അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വേറെ എങ്ങാണ്ട് ഒരു പള്ളി അതിലും കൂടുതൽ പണിയുന്ന കാര്യം. അപ്പോൾ അവരുടെ ഇടയിൽ പല അച്ഛന്മാരും ഇങ്ങനെ പള്ളി പണിയാൻ സ്പെഷ്യലൈസ് ചെയ്ത് ആളുകളുണ്ട്. അവരതിന് പള്ളി പണി എന്ന് പറയുന്നു. പിന്നെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പും അവർക്കും ഈ കാര്യം കത്തിയിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ട ഈ വീഡിയോ. ഈ വീഡിയോ മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ 1-2 വീഡിയോ നിങ്ങളെ കാണിച്ചു. ഇവരുടെ ഈ ഗ്യാതറിങ്ങിന് വേണ്ടിയുള്ള ബിൽഡിംഗ് പണിയാനായിട്ട് ഇവരെ ശ്രമം ആരംഭിക്കുമ്പോൾ ഇവരുടെ സീനിയർ പാസ്റ്റേഴ്സ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് എനിക്കൊരാൾ അയച്ചു തന്നിരുന്നു. അങ്ങനെ ആ വീഡിയോ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആ സീനിയർ ആയിട്ടുള്ള പാസ്റ്റേഴ്സ് അവർ നിന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ ദൈവത്തിനൊരു ആലയം പണിയുന്നു എന്നുള്ള നിലയിലാണ്. കൊട്ടാരക്കരയിൽ ദൈവത്തിനൊരു ആലയം. അതിനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം യെരുശലേമിലെ തകർന്നു കിടക്കുന്ന ആ മതിലിൻ്റെ ചോട്ടിൽ വെസ്റ്റേൺ വാളിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിലെ ആ വാക്യം 14-15 വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ഇവിടെ നിന്ന് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ചെവി തുറന്നിരിക്കും, ഞാനത് കേൾക്കും കാണും എന്നുള്ള നിലയിൽ പറയുന്നു. ആ വാക്യം വെച്ചിട്ട് അങ്ങനെ ഒരു വാക്യമുണ്ട്. ആ വാക്യപ്രകാരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ കരയാനാണ് നമുക്കത് തോന്നിയത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി അവിടെ നിന്ന് പറയാന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മാർപ്പാപ്പ അവിടെ ആ മതിലിൻ്റെ ഇടയ്ക്ക് പേപ്പറൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പാത്രിയാർക്കീസ് വാവയും വന്ന് അവിടെയൊക്കെ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കുമായിരിക്കും. അതുപോലെയാണ് ബൈബിള് കയ്യിൽ വെച്ചുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വാക്യം എടുത്ത് കോട്ട് ചെയ്യുമ്പോൾ, ആ വാക്യം എവിടം മുതൽ എവിടം വരെയാണെന്ന് തിരിച്ചറിയണ്ടേ? അത് ക്രൂശ് വരെയല്ലേ ഉള്ളൂ. ക്രൂശ് കഴിഞ്ഞാൽ ആലയത്തിലെ തിരശീല ചിന്തിപ്പോയി, പിന്നത്തേതിൽ ആ ആലയം തകർന്നു പോയി, അതിൻ്റെ മതിലും പൊളിഞ്ഞുപോയി, എല്ലാം പൊളിഞ്ഞുപോയി. എന്നിട്ട് അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം തന്നിരിക്കുകയാണ് ജാതികൾക്ക്. ഇനി മറ്റൊരു ആംഗിളിൽ നിന്ന് പറയാം,
അതെല്ലാം തകർത്ത് കളഞ്ഞിട്ടാണ് നമ്മെ അത്യുന്നതനായ ദൈവം തൻ്റെ മന്ദിരമാക്കി മാറ്റിയത്. നമ്മൾ ഭൂമിയിൽ ഏത് ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കാരണം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വസിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മെ ഇങ്ങനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുവാൻ യെരൂശലേം ദേവാലയം തകർത്തു. അത് തകർത്തിട്ടാണ് നമ്മെ ഇങ്ങനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നത്. അത് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടമാകട്ടോ. പെന്തക്കോസ്റ്റ് പാസ്റ്റർ, ഇദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇദ്ദേഹത്തെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മുടെ പെന്തക്കോസ്റ്റ് സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരും പറയുന്നത് അവർ ഇരിക്കുന്ന ആ ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം എന്നുള്ള രീതിയിലാണ്. ഓരോ ചർച്ചുകളിലും പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ പാസ്റ്റർമാർ പറയുന്നത്, അനൗൺസ് ചെയ്യുന്നതും ഒക്കെ കേൾക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് വന്നിരിക്കുന്നതെന്ന്. അതെങ്ങനെ ദൈവത്തിൻ്റെ ആലയമാകും? അവിടെ വന്നിരിക്കുന്ന 50, 100, 10, 20 എത്രയാണെന്ന് വെച്ചാൽ അവരോരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ് മഞ്ഞും മഴയും കൊള്ളാതെ ഒരു ഷെൽട്ടറിൻ്റെ കീഴിലേക്ക്. എന്തിനാ? അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അല്ലാതെ അത് ദൈവാലയമാണോ? ദൈവത്തിൻ്റെ ആലയം എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെ പരിഗണിക്കും? അതാണോ പുതിയ നിയമ ടീച്ചിങ്? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിന് വല്ല പ്രാധാന്യമുണ്ടോ? അപ്പോൾ അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇന്നും. അതിരിക്കുമ്പോഴാണ് പറയുന്നത് ഈ കെട്ടിടങ്ങളിലാണ് ദൈവം വാസം ചെയ്യുന്നതെന്ന്. നോക്കണം, ഈ വീഡിയോ കാണിച്ചിട്ട് ആ പ്രിയ സഹോദരൻ പറഞ്ഞ ചില വാക്കുകളെ അടർത്തി പുറത്തെടുത്തിട്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയോ അദ്ദേഹത്തെ എന്താ പറയുക അങ്ങ് നാറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളിത് സംസാരിക്കുന്നത്. ആ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് മുഴുവൻ ന്യൂ ജനറേഷൻ പെന്തിക്കോസിനെയും അതുപോലെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തിക്കോസ് സമൂഹത്തിലെ അനേക ശുശ്രൂഷകന്മാരുണ്ട്, അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കണ്ണടഞ്ഞു പോയിരിക്കുക, കണ്ണ് തുറന്നിട്ടില്ല. അവിടെ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സഭ പണിയാൻ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭ പണിയാൻ, ആലയം പണിയാൻ, ചർച്ച് പണിയാൻ, അടുത്ത വാക്ക് യഹോവയ്ക്കൊരാലയം പണിയാൻ 8 കോടി രൂപയുടെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? നിലവിൽ 8 കോടി രൂപയും കൂടെ കുറവുണ്ട്. ഞാൻ കേട്ടത് 23 കോടി എന്നൊക്കെയാണ്. ടോട്ടൽ എസ്റ്റിമേറ്റ് 23 കോടി എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരാൾ നമ്മുടെ ഒരു വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, കൊട്ടാരക്കരയുള്ള ഒരാൾ. അത് വാസ്തവമാണെന്ന് അറിയില്ല. എന്തായാലും അവർ ലാൻഡ് വാങ്ങിച്ചതിനൊക്കെ 5-8 കോടി ആയിട്ടുണ്ട്. ഏതാണ്ട് അത്രയൊക്കെ തന്നെ വേണ്ടി വരും ഈ അവർ ഉദ്ദേശിക്കുന്ന ആ വലിയ കോംപ്ലക്സ് അല്ലേ, അവരുടെ ചർച്ച് കോംപ്ലക്സ് എന്നുള്ള നിലയിൽ. ഓഡിറ്റോറിയം, ചർച്ച്, പാർസനേജ്, അങ്ങനെ പല കാര്യങ്ങളും കാണും. അതെല്ലാം വെച്ചിട്ടായിരിക്കും. അതിനൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. 8 കോടി എന്തിനാണ്, 9 കോടി എന്തിനാണ്, ഭയങ്കര ക്രൂരമല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ച്. അതിൻ്റെ കോറായ വിഷയത്തിലേക്ക് ദൈവജനം വരുന്നില്ല. 8 കോടിയല്ല 800 കോടിക്ക് പണമെന്നോർത്ത് നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ വിശദീകരണത്തിലേക്ക് വരുന്നത് അദ്ദേഹം അങ്ങനെ അവിടെ കെട്ടിടം പണിയുന്നതിനുള്ള ഒരു എതിർപ്പും കൊണ്ടുമല്ല. അവരെത്ര കെട്ടിടം വേണേലും പണിതോട്ടെ, അവരെ ഒന്നും ഹരാസ് ചെയ്യാൻ നമുക്ക് പ്ലാനില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മളതിൻ്റെ ഒരു ബിബ്ലിക്കൽ സൈഡാണ് പറയുന്നത്. ശുദ്ധ മണ്ടത്തരമല്ലേ ഈ പറഞ്ഞത്? യഹോവയ്ക്കൊരാലയം കൊട്ടാരക്കരയിൽ എങ്ങനെയാണ് പണിയുന്നത്? യഹോവയ്ക്കൊരാലയം കൊട്ടാരക്കരയാണോ പണിയുന്നത്? യഹോവയ്ക്കൊരാലയം മോശ പണിതു. മോശ പണിതതിന് ശേഷം പിന്നീട് ശലോമോൻ പണിതു. ശലോമോന് ശേഷം യഹോവയ്ക്കൊരാലയം പണിയുന്നത് പുത്രനാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 3-ാം അധ്യായം വായിക്കണം, പഠിക്കണം. എഫേസ് ലേഖനം പഠിക്കണം, ലേഖനങ്ങളൊക്കെ പഠിക്കണം. ഈ അന്ത്യകാലത്ത് ഒരുവനായ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുന്നത് തൻ്റെ പുത്രനാണ്. പുത്രൻ പണിയുന്ന ആലയം ഏതാ? ഫിലിപ്പിൻ്റെ കൈസരിൽ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആലയം പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളുവാ, നമ്മയാണ് പണിയേണ്ടത്. കൊലോസ്യ ലേഖനം 1:28 ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. ഒരു പുതിയ നിയമ ശുശ്രൂഷകന്റെ മേൽ അഭിഷേകം ചൊരിഞ്ഞിരിക്കുന്നത് എന്തിനാ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. നമ്മുടെ രക്ഷയിൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കാഹളം ധനിക്കുമ്പോഴാണ്. അതുകൊണ്ട് ശരീരം സമർപ്പിക്കണം. കഴിഞ്ഞ 2 മാസമായിട്ട് ശരീരത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തലയിൽ മുടി നട്ടുപിടിപ്പിക്കുന്നതും ഡൈ അടിക്കുന്നതും ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മളന്ന് വിസ്തരിച്ച് പറഞ്ഞു. ശരീരത്തിൻ്റെ സമർപ്പണം ഒരു സീരിയസ് വിഷയമാണ്. പലർക്കും മനസ്സിലായിട്ടില്ല, അതിൻ്റെ ഡെപ്ത് പിടികിട്ടിയിട്ടില്ല. നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ദേഹിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക.
അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം, ആ തികവിലേക്ക് നമ്മെ കൊണ്ടുവരണം. പുതിയ നിയമ ശുശ്രൂഷ അതാണ്. അല്ലാതെ കൊട്ടാരക്കരയിൽ സിമെന്റും കമ്പിയും വാങ്ങിച്ചിട്ട് കെട്ടിടം പണിയുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. ഇവിടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഖണ്ഡിക്കുന്നത്. വ്യക്തിപരമായി ഒന്നുമല്ല കേട്ടോ, ഉപദേശ വിഷയത്തെയാണ് ഖണ്ഡിക്കുന്നത്. ഇതൊരു അടിസ്ഥാന വിഷയമാണ്. നമുക്ക് ഈ പറയപ്പെട്ട സഹോദരനോടൊന്നും ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല. അവരുടെ ആളുകൾ കേട്ടാൽ പറയും അദ്ദേഹത്തെ ക്രൂശിക്കാൻ പോവുകയാണെന്നൊക്കെ. അദ്ദേഹത്തെ വ്യക്തിപരമായി ക്രൂശിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ശരിയായ രക്ഷാനുഭവത്തിൽ ശരിയായ ദൈവരാജ്യത്തിൻ്റെ ടീച്ചിങ് ആണ് ദിവസേന ക്രൂശിക്കപ്പെടുക എന്നുള്ളത്, ദിവസേന മരിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു ടീച്ചിങ് അവരുടെ ഇടയിലില്ല. അങ്ങനെ ഒരു ടീച്ചിങ് ഇല്ല. ഈ ഭൂമിയിൽ പ്രോസ്പർ ആകുക, ധനസമ്പത്തുകൾ കൊണ്ട്. കർത്താവ് അതിനാണ് വന്നിരിക്കുന്നത്, അല്ലേ? കർത്താവ് അതിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. ആദ്യം പറഞ്ഞ ആ വീഡിയോയ്ക്കൊന്നും ഞാനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ കണ്ട വീഡിയോയ്ക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്, ആ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. ബാക്കി അവരുടെ വിശ്വാസികളെ ശാസിക്കുകയോ ശാപിക്കുകയോ അതൊക്കെ അവരുമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു അടിസ്ഥാന വിഷയങ്ങളാണ്. അതായത് കഴിഞ്ഞ നാളുകളിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവർക്ക് ദൈവാലയം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ സമാഗമന കൂടാരം, പിന്നത്തേതിൽ യെരൂശലേം ദേവാലയം. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമസഭ ആരംഭിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ? അല്ലെങ്കിൽ മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരെ ദൈവം തൻ്റെ മന്ദിരമാക്കി മാറ്റി. പിന്നീട് വന്ന 3000 പേരെ, പിന്നീട് വന്ന 5000 പേരെ, അവരൊക്കെ ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയായിരുന്നു. ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരങ്ങളുടെ പണി പർവ്വതത്തിലെ മാതൃക പ്രകാരം നടത്തപ്പെടണം എന്നുള്ളതാണ് പെന്തക്കോസ്റ്റ് ടീച്ചിങ്. നാം ആകുന്ന മന്ദിരം, അതായത് ഈ കൂടാരം പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ഒരുക്കപ്പെടേണ്ടത്. അങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ പർവ്വതത്തിലെ മാതൃക പ്രകാരം ഒരു കൂടാരം എന്ന നിലയിൽ, സഞ്ചരിക്കുന്ന കൂടാരങ്ങൾ എന്ന നിലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ എന്ന നിലയിലും പണിയപ്പെടണം, അല്ലേ? നാം ഓരോരുത്തരും കല്ലുകൾ എന്ന നിലയിൽ ഇപ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാഹളം ധ്വനിച്ച് നാം ആകുന്ന കല്ലുകളെയെല്ലാം ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകും. എന്നിട്ട് അവിടെ ഒരു അസംബ്ലിങ് നടക്കും. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ സീരിയസ് ആയ പഠനങ്ങൾ. ഇതാണ് പെന്തക്കോസ്റ്റ് ടീച്ചിങ്. ആ ടീച്ചിങ്ങിന് വിരുദ്ധമായിട്ടല്ലേ യഹോവയ്ക്ക് കൊട്ടാരക്കര ആലയം പണിയാണ്, അതിന് 8 കോടി വേണം 10 കോടി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ്? ഇതിനൊക്കെ വചനത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ആകെ ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം അധ്യായത്തിൽ യെരൂശലേമിലെ വിശുദ്ധന്മാരെല്ലാം ഒരു ക്ഷാമത്തിലൂടെ കടന്നുപോയ സമയത്ത് അവരുടെ ഉദവിക്കായിട്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ, അവിടെയുള്ള വിശ്വാസികൾ ജാതികളിൽ നിന്നൊക്കെ വന്നവരിൽ നിന്ന് അവരുടെ ഉദവിക്കായിട്ട് ഒരു ധർമ്മശേഖരം കൈക്കൊള്ളുന്നുണ്ട്. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ 8 കോടിയുടെ കെട്ടിടം പണിയാനോ ചർച്ച് ബിൽഡിങ് പണിയാനോ യഹോവയ്ക്കൊരാലയം പണിയാനോ ഒന്നുമല്ല ധർമ്മശേഖരം. ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ധർമ്മശേഖരമാണ് അവർ സംഘടിപ്പിക്കുന്നത്. ആ ധർമ്മശേഖരവുമായിട്ടാണ് അവർ യെരൂശലേമിലെ സഭയെ സന്ധിക്കുന്നത്. അതല്ലാതെ ഒരു അപ്പോസ്തലനും ഒരു സ്ഥലത്തും ചർച്ച് ബിൽഡിങ് പണിയണം, അതിന് ഇത്ര രൂപ തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ശുശ്രൂഷകന് ഒരു ബിൽഡിങ് പണിയാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അവരുടെ വിശ്വാസികളോട് പറയുക, ഇങ്ങനെയൊരു ബിൽഡിങ്ങിനെ നമ്മൾ ആഗ്രഹിക്കുന്നു, ആ കാര്യങ്ങൾ നമുക്ക് പണിയേണ്ടതുണ്ട്, നിങ്ങളുടെ പ്രാപ്തി പോലെ കൊണ്ടുവരിക. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ മോശ എന്താ പറഞ്ഞേ? നിങ്ങളുടെ പ്രാപ്തി പോലെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിന്നീട് യെരൂശലേം ദേവാലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ദാവീദ് എന്താ പറഞ്ഞത്? പ്രാപ്തി പോലെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അല്ലാതെ ഒരു നിർബന്ധമില്ല, കമ്പൽസറി ഒന്നുമില്ല. കൊണ്ടുവരാത്തവനെയൊന്നും അവരാരും ശപിക്കുകയോ ചെയ്തിട്ടില്ല. കൊണ്ടുവരാത്ത ഒരാളെയും ആ പഴയ നിയമ കാലഘട്ടത്തിൽ അവരാരും ശപിച്ചിട്ടില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഏതെങ്കിലും അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അത് തന്നെയല്ല, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇവരുടെ സഭയെന്ന ബോധ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരെയും ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം കൂട്ടങ്ങളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കപ്പെടില്ലെന്നുള്ള കാര്യം സൂചിപ്പിക്കാനാണ്. അത്രയേ ഉള്ളൂ. വിശദമായി പറയേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ അധികം വിശദമാക്കുന്നില്ല. ഒരു പുതിയ നിയമ ശുശ്രൂഷകന് ഏറ്റവും അടിസ്ഥാനപരമായ ഈ കാര്യം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു പുതിയ നിയമ ശുശ്രൂഷകനായിട്ടിരിക്കും? അതുകൊണ്ടാണ് ഞാൻ തീർത്ത് പറഞ്ഞത് ഒരു പെന്തക്കോസ്റ്റ് ശുശ്രൂഷകനല്ലെന്ന്. ഇനി പെന്തക്കോസ്റ്റിൽ തന്നെ അനേകർ ഈ കാര്യങ്ങളെയൊക്കെ തെറ്റായി വർണ്ണിക്കാറുണ്ട്. വിദേശത്തൊക്കെ ചെന്ന് ഞങ്ങൾക്ക് സഭ പണിയണം. സഭയോ?
സഭ പണിയുന്നത് സിമെൻറ്റും കമ്പിയും കൊണ്ടാണോ? സഭയെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളാണ്. അവരെ ഓരോരുത്തരെയുമാണ് പണിതൊരുക്കേണ്ടത്. ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തണം. ദൈവത്തിൻ്റെ സകല നിറവിനോളം അവർ നിറഞ്ഞു വരണം. അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ് ഒരു ശുശ്രൂഷകൻ. അവരിൽ ആ ദിവ്യ സ്വഭാവം വരണം. നോക്കി നിൽക്കുമ്പോൾ അവരെ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയിലേക്ക്, ആ സെയിം ഇമേജിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ശുശ്രൂഷകന്മാർ അത്യധ്വാനം ചെയ്യുന്നത്. പൗലോസൊക്കെ അനുഭവിച്ച കഷ്ടങ്ങൾ എന്തുമാത്രമാണ്. 8 കോടി പിരിക്കാനാണോ പൗലോസ് കഷ്ടം അനുഭവിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. ഈ അപ്പോസ്തലന്മാരൊക്കെ ഈ കാണായ കഷ്ടങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഏറ്റത് ഇതുപോലെ 8 കോടിയുടെയും 10 കോടിയുടെയും ബിൽഡിംഗ് പണിയാനാണോ? അതിനാണോ? കൂടി വരുവാനൊരു കെട്ടിടം വേണ്ടെന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ, ഒരു കെട്ടിടം പണിതോ. പക്ഷെ ഇവിടെ ഒരു കാതലായൊരു പഠനം വരികയാണ്. അതായത് മെഗാ ചർച്ച് എന്നുള്ളൊരു പഠനം. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഭാഗം ക്ലിയർ ആകുകയുള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവം അനുവദിച്ച് പിന്നീടൊരു ദിവസം ചിന്തിക്കാം. മെഗാ ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോഗ്രാമേ അല്ല. മെഗാ ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോഗ്രാമേ അല്ല. ആദിമ നൂറ്റാണ്ടിലെ ലോക്കൽ ചർച്ചസ്, സ്ഥലം സഭകൾ, ആ ഓരോ സഭകളെയും കുറിച്ച് നമ്മൾ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം. ശുശ്രൂഷയുടെ രീതികൾ മനസ്സിലാക്കണം. പുതിയ നിയമ സഭയെക്കുറിച്ച്, കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു വല്ലാത്ത എരിവ് വരുന്നത്. ദൈവാലയത്തിൻ്റെ അറയിൽ തോബിയാവ് കയറിയിരുന്നപ്പോൾ നെഹമ്യാവിനുണ്ടായ ആ വ്യസനം നിങ്ങൾ വചനത്തിൽ നിന്ന് വായിച്ചില്ലേ? ആ ഒരു വ്യസനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രക്ഷയിലേക്ക് വന്ന ഓരോ മനുഷ്യരെയും കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാക്കണം. ക്രിസ്തു എന്ന തലയോളം വളർത്തണം. ശുശ്രൂഷകന്മാരുടെ തോളൊപ്പം അവർ വരണം. അങ്ങനെ അവർക്ക് വേണ്ടി അധ്വാനിക്കണം. അവർക്ക് വേണ്ടി ശുശ്രൂഷകന്മാർ ഉത്സാഹിക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? അതിന് പകരം ഏതോ ഒരു പുള്ളിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് 1 രൂപയും മേടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ വേണ്ടത്? ഇതെല്ലാം വെറും കോമാളിത്തരങ്ങളല്ലേ? ഈ 1 രൂപ നോട്ടൊക്കെ സർക്കാർ പിൻവലിച്ചതാണ്. 1 രൂപ നോട്ടും കൊടുത്ത് നേരമ്പോക്ക് കാണിക്കുകയാണോ? ആ 1 രൂപ കൊടുത്തയാളുടെ വിശ്വാസ്യത എന്താ? അദ്ദേഹം 1 രൂപ അയൽവാസിയുടെ പറമ്പിൽ കുഴിച്ചിട്ടിട്ട് അവകാശം പറയുന്നയാളല്ലേ? അങ്ങനെ ഒരാളുടെ ക്രെഡിബിലിറ്റി എന്താണ്? അദ്ദേഹം ആരുടെ ശുശ്രൂഷകനാ? യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണോ? യേശു ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകൻ ഏതെങ്കിലും അപ്പോസ്തലൻ വല്ലവൻ്റെയും പറമ്പിൽ കൊണ്ട് 1 രൂപ കുഴിച്ചിട്ടിട്ട് ക്ലെയിം ചെയ്യുമോ? അത് ഏത് ആത്മാവിലാ? അങ്ങനെ ഒരു ആത്മാവിനെയാണോ നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് ചിത്രീകരിക്കുന്നത്? സങ്കടം വരുന്നു എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫിലിപ്പ് ലേഖനത്തിൽ ഒരു വാക്യോടെ വായിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യം ഒന്ന് വായിച്ചേ. സൗരങ്ങളെ നമ്മുടെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. അതിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് 2 വാക്യങ്ങൾ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒത്തിരി പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് വിധത്തിലാണെങ്കിലും അദ്ദേഹം ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന്, ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഏത് വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നത് ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയ. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധത്തിലായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും. ഈ വാക്യം വെച്ചിട്ടാണ് പരശതം വിശ്വാസികൾ പറയുന്നത്. ലോകത്തിൽ ആരെ എന്നാ പറഞ്ഞാലും പറയുന്നത് ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നതെന്ന്. അതിന് ഈ വാക്യമാണ് തെളിവായിട്ടെടുക്കുന്നത്, സ്ഥാപിക്കാൻ കൊണ്ടുവരുന്നത്. ഈ വാക്യം വെച്ച് എങ്ങനെ സ്ഥാപിക്കും? ഈ വാക്യം വെച്ച് സ്ഥാപിക്കാൻ കഴിയുമോ? ഇവിടെ പൗലോസ് ലീഗ പറയുന്നത് കർത്താവ് വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഉന്മേഷത്തിലും ഉത്സാഹത്തിലും അല്ലാതെ ശുശ്രൂഷിക്കുന്നു. പലരും ആദ്യത്തെ ഉത്സാഹത്തിലല്ല, എരിവിലല്ല, എങ്കിലും അവർ പല കാര്യങ്ങളും പറഞ്ഞ് വെക്കുന്നു. ആ അഭിഷേകത്തിലും തീവ്രതയിലും അല്ല, എങ്കിലും അവർ അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നു. അത് വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത് ഏത് വിധത്തിലായാലും അവർ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ? ക്രൂശിൻ്റെ ശത്രുക്കളെയാണ്. ക്രൂശിൻ്റെ ശത്രുക്കളെ. അവർ കർത്താവിനാൽ വേലയ്ക്ക് വിളിക്കപ്പെട്ടവരല്ല. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞ ധാരാളം മെസ്സേജ് നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട്, യൂട്യൂബ് സൈറ്റിൽ കിടപ്പുണ്ട്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് കീഴിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഈ ഫിലിപ്പ് ലേഖനത്തിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു.
ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവരെ കുറിച്ച് 19-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, ഭൂമിയിലുള്ളത് പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണോ 1-ാം അധ്യായത്തിൽ പറഞ്ഞത് ഈ വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാ? അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത്? അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കേണ്ടത്? അപ്പോൾ ഇത് വിശദമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയം ദൈവമക്കൾ ആഴത്തിൽ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ തെളിവായി മനസ്സിലാകുകയുള്ളൂ. ഞാൻ ഈ സമയം വരെ പറഞ്ഞ കാര്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന്, പെന്തക്കോസ്റ്റ് സമൂഹത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിനെയും പരിചയപ്പെടുത്തി. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്റ്റിൻ്റെ അസൽ ഡ്യൂപ്ലിക്കേറ്റാണ്. പെന്തക്കോസിൻ്റെ അസൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കമ്മട്ടത്തിൽ അവരവിടെ നോട്ട് അച്ചടിക്കുന്നുണ്ട്, 500-ൻ്റെയും 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ. അങ്ങനെ നോട്ട് അച്ചടിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ശിവകാശിയിലൊക്കെ നോട്ടടിക്കുന്നുണ്ടെന്ന്. അതിന് കള്ളനോട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അടിക്കുന്ന കള്ളനോട്ടിൽ 99% അല്ലെങ്കിൽ 99.99% ഈ ഒറിജിനൽ നോട്ടുമായിട്ട് അതിന് സാമ്യമുണ്ടെങ്കിലും ആ നിസാരം 1%-ൻ്റെ പേരിൽ അതിനെ കള്ളനോട്ടെന്നല്ലാതെ എണ്ണാൻ പറ്റുമോ? അത്രയും മനോഹരമായി അവർ പ്രിൻ്റ് ചെയ്തു. അതുകൊണ്ട് പാസ്റ്ററെ, തൽക്കാലത്തേക്ക് അതിനെയും മറ്റേ നോട്ടിൻ്റെ കൂട്ടത്തിലൊന്ന് വെക്കണം. 100 രൂപയുടെ വാല്യൂ വെക്കണ്ട, 100-ൻ്റെ നോട്ട് അത് 50 ആയിട്ട് കൂട്ടിയാലും മതി എന്ന് പറഞ്ഞാൽ വെക്കുമോ? അതിന് കടലാസിൻ്റെ വാല്യൂ പോലും ഇല്ല. കാരണം എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ ഒപ്പ് അതിനകത്തില്ല. ആ ഒപ്പ് വ്യാജമായ ഒപ്പാണ്. വ്യാജമായ ഒപ്പിട്ട ഇത്തരം ധാരാളം നോട്ടുകൾ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഗുജറാത്തിലെ ഒരു ജഡ്ജിനെ പിടിച്ചു. കുറേ വർഷങ്ങളായി അദ്ദേഹം ഒരു കോടതി സംവിധാനം ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു. അയാൾ അതിൻ്റെ ജഡ്ജ്. അവിടെ പോലീസുണ്ട്, ആമീനുണ്ട്, പലരുമുണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പല ആളുകളെയും അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് ആ കോടതിയിൽ വിസ്തരിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വസൂലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അങ്ങനെ നടന്നു. ഈ അടുത്ത സമയത്ത് ആ ജഡ്ജിയെ പിടിച്ചു. അദ്ദേഹം ഒരു കള്ളനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ നാട്ടിലുള്ള ജഡ്ജിമാരെല്ലാം ഇളകി വന്നിട്ട് പറയുകയാണ്, ഈ ജഡ്ജിയെ ക്രൂശിക്കരുത്, മോശമായിട്ടോ, അങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല. പുള്ളി ഒന്നും അല്ലെങ്കിൽ ഇത്രയും നാളൊരു ജഡ്ജി എന്നുള്ള പേരിൽ ഇരുന്നതല്ലേ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുമോ? തൂക്കിയെടുത്ത് അകത്തിട്ടില്ലേ? അതുകൊണ്ടാണ് ആദ്യം വായിച്ച വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞത്, ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ അറിയുന്നില്ല. നീ ജഡ്ജി ആയിരുന്നിരിക്കാം, പക്ഷേ ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. ഈ പറയപ്പെട്ട സഹോദരനും അദ്ദേഹമൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹമൊന്നും വ്യക്തിപരമായി എനിക്ക് ഒരു ദ്രോഹം ചെയ്തതല്ല കേട്ടോ. വ്യക്തിപരമായി അവരാരും എന്നെ ഒന്നും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ അവർ ഉപദേശത്തിൻ്റെ തനിമയിൽ നിൽക്കുന്നവരല്ല, കലർപ്പുള്ള ഉപദേശത്തിൻ്റെ ആളുകളാണ്. അവർ പെന്തക്കോസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടേതായ തത്വസംഹിതകളുമായിട്ടാണ് നടക്കുന്നത്. അവർ ക്രൂശല്ല വെളിപ്പെടുത്തുന്നത്. ക്രൂശുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവർ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നവരാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് അസന്നിഗ്ധമായി ഞാൻ ദൈവമക്കൾ ഇപ്പോഴും മേലാലും കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നത്, അവർ പെന്തക്കോസ്റ്റിൻ്റെ ഉപദേശം ഹോൾഡ് ചെയ്യുന്നവരല്ല. അവർ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളാണ്. അവർക്ക് സ്വന്തമായി അവരുടേതായ ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവജനം ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്നൊക്കെ അകന്നിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതേസമയം അവർക്ക് അവരുടേതായ ആ സംവിധാനങ്ങളൊക്കെ ചലിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ രീതികളിൽ അവർക്ക് മുൻപോട്ട് പോകാം. അവർക്ക് കെട്ടിടം പണിയോ, അവർക്ക് യഹോവയ്ക്ക് ആലയം പണിയോ എന്ത് വേണേലും ചെയ്യാം. എല്ലാവരും ആലയം പണിയുന്നത് അങ്ങനെയല്ലേ? ഇപ്പോൾ എടപ്പള്ളി പള്ളി പണിതിട്ടുണ്ട്, പുതുപ്പള്ളി പള്ളി പണിതിട്ടുണ്ട്. അതൊക്കെ യഹോവയ്ക്കൊരു ആലയം എന്നുള്ള നിലയിൽ അവരൊക്കെ പണിതിരിക്കുന്നത്. അതുപോലെ കൊട്ടാരക്കരയിൽ ഇദ്ദേഹത്തിനും പണിയാം. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ബിഷപ്പാകണമെങ്കിൽ ബിഷപ്പാകാം. പഴയ കൂട്ടുകാരൻ ചങ്ങനാശ്ശേരിക്കാരൻ അല്ലെ കണ്ണൂരുകാരൻ പോയതുപോലെ കത്തോലിക്കയിലേക്ക് പോകാൻ മനസ്സില്ലേ, മർത്തോമയിലേക്ക് പോകാം, അല്ലെ ഓർത്തഡോക്സിലേക്ക് പോകാം, എങ്ങോട്ട് വേണേലും പോകാം. എങ്ങനെ വേണേലും ഒക്കെ നമുക്ക് കാലാന്തരത്തിൽ സഞ്ചരിക്കാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഉണ്ട് കേട്ടോ, ആർക്കും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ശരിയായ ഉപദേശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവരാരും ശരിയായ ഉപദേശം ഹോൾഡ് ചെയ്യുന്നവരല്ല. ഇവർ നിത്യതയിലേക്ക് ജനത്തെ ഒരുക്കുന്നവരല്ല. ഇവർ നിർമ്മലമായ സുവിശേഷം പ്രസംഗിക്കുന്നവരല്ല. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾ പറയുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ ഉപദേശങ്ങളെയും ആശയങ്ങളെയും ഇവരുടെ ഐഡിയോളജിയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്. വ്യക്തിപരമായി അവരെ ഒന്നും അറ്റാക്ക് ചെയ്യുന്നതല്ല. അവരവരുടെ ആളുകളെ ശപിക്കാനോ എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം സങ്കടപൂർവ്വം നമ്മൾ ഓർക്കുകയാണ്, ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം പെന്തക്കോസ്ത് സമൂഹത്തിന് വലിയ ക്ഷീണം സംഭവിക്കുന്നു, അതിൻ്റെ അന്തസ്സിന് കേടുതട്ടുന്നു. അപ്പോൾ തന്നെ വേറൊരു വലിയ ചോദ്യം വരാം. നിങ്ങളുടെ സീനിയർ പാസ്റ്റർമാരെല്ലാം കുമ്പനാടും മുളക്കുഴയിലും പൊന്നൂരും ഒക്കെ കിടന്ന് സർക്കസ് കളിക്കുന്ന വീഡിയോകൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രചരിക്കുന്നുണ്ടെന്ന്. അതിനൊന്നും കുഴപ്പമില്ല.
അവരെയും ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ അറിയുന്നില്ലെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്. ജഡത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം മരിക്കും നിശ്ചയം. അതേസമയം ആത്മാവിൽ ജീവിക്കുന്ന, വചനത്തിൽ നിലനിൽക്കുന്ന, ദൈവകൃപയിൽ നിലനിൽക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ശേഷിപ്പ് പെന്തിക്കോസ്ത് സമൂഹത്തിലുണ്ട്. ഭക്തന്മാരായ ശുശ്രൂഷകന്മാർ ഇതിനകത്തുണ്ട്, ദൈവഭയമുള്ള ശുശ്രൂഷകന്മാർ. അങ്ങനെയുള്ള ധാരാളം ശുശ്രൂഷകന്മാരുടെ പേരെൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, പ്രയോജനം ചെയ്യുന്ന, പത്യവചനം കയ്യിലുള്ള ദൈവദാസന്മാർ. അങ്ങനെയുള്ള ഒരൊറ്റ ദൈവദാസന്മാർ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ കൂടാരത്തിനകത്ത് ഇന്നുവരെ കയറിയിട്ടില്ല. ആകെ ഈ പുറത്തുള്ളൊരു ഉപദേശി മാത്രമേ കയറിയിട്ടുള്ളൂ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോയി അലഞ്ഞു തിരിയുന്ന ഒരാളാണ്. ഈ അടുത്ത ദിവസം പുള്ളി എന്തോ ഒരു ഭീഷണി സ്വരത്തിലൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ദൈവം അനുവദിച്ച് നമുക്ക് അതിനൊക്കെ മറുപടി പിന്നത്തേതിൽ പറയാം. ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഭക്തന്മാരായ ദൈവദാസന്മാർ, നിർമ്മല വചനം പ്രസംഗിക്കുന്നവർ മലയാളക്കരയിലുണ്ട്. മലയാളം സംസാരിക്കുന്നവർ, അവർ മലയാളക്കരയിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഒറ്റ ദൈവദാസന്മാർ പോലും ഇവിടെ കയറാറില്ല, ഇവരുടെ കൂടാരത്തിൽ വരാറില്ല. ഇവരുടെ കൂടാരത്തിൽ വരുന്നവർ ആരാരെല്ലാമാണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ക്രൂശിനെ സ്നേഹിക്കുന്നവരല്ല, ക്രൂശ് എറിഞ്ഞു കളഞ്ഞവരാണ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ വിശാലമായ വഴി കണ്ടെത്തിയവരാണ്, വിശാലമായ വാതിൽ പണിയുന്നവരാണ്, അതിലൂടെ വിശാലമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ചെന്നെത്തുന്നത് നാശത്തിലായിരിക്കും. അതാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ദൈവസ്നേഹത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തയ്ക്ക് കാരണമാകട്ടെ, മേലാൽ കേൾക്കുന്നവർക്കും ചിന്തയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.